بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. صلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ، وقيما مقاما لم يقم فيه مرسل، وأمست له حجب الجلال توطأ. إلى العرش والكرسي أحمد قد دنا، فنورهما من نوره يتلألأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. واعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. ആദരണീയരായ സയ്യിദവർകളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ പ്രാവശ്യം ചർച്ച ചെയ്യാൻ നാം തിരഞ്ഞെടുത്തത് പരിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട സൂറത്തുൽ കൗസറാണ്. അധ്യായം ചെറുതാണെങ്കിലും ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനും പകർത്താനും ഈ സൂറത്തിൽ നിന്ന് നമുക്കുണ്ട്. കഴിവിൻ്റെ പരമാവധി പരിശുദ്ധ ഖുർആൻ പഠിക്കാനും ഖുർആനിനെ മാനസികമായും ശാരീരികമായും സ്നേഹിച്ച് പിൻപറ്റാനും വിശുദ്ധ ഖുർആനിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേടിയെടുക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ വിശുദ്ധ ഖുർആൻ പഠന സദസ്സ് ഈ രൂപത്തിൽ ഇവിടെ നടത്തപ്പെടുമ്പോൾ നമ്മേക്കാൾ വലിയ അനുഗ്രഹം, വലിയ സന്തോഷം നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ,
നമ്മുടെ ഇഷ്ടജനങ്ങൾ, സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, സഹപാഠികൾ എല്ലാവരുടെയും സാന്നിധ്യങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും മഹാന്മാരോടൊപ്പം സ്വർഗീയ ആരാമത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സൂറത്തുൽ കൗസർ 3 ആയത്തുകളിലായി 3 ദിവസം ചുരുങ്ങിയ വിഷയങ്ങൾ നാം പഠിക്കുന്നുവെങ്കിലും 3 ആയത്തുകളിലും കാണാൻ കഴിയുന്ന ഒരു സവിശേഷത, 3 ആയത്തിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ് ഈ സൂറത്തിലുള്ളത്. ഇതിൻ്റെ മുമ്പുള്ള ശേഷമുള്ള സൂറത്തുകളൊക്കെ ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ധാരാളം വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തൊട്ടു മുമ്പുള്ള സൂറത്താണ് നമുക്കൊക്കെ അറിയാവുന്ന റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന സൂറത്തുൽ മാഊൻ. അതിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് മുനാഫിഖിൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ ഈ സൂറത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് അതിൻ്റെ നേരെ വിപരീതമാണ്. മുഅ്മിനായ മനുഷ്യൻ്റെ അടയാളങ്ങളാണ് ഈ സൂറത്തിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് ഖുർആൻ പണ്ഡിതനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ നേരെ അപ്പുറത്തുള്ള സൂറത്തിൽ മുനാഫിഖീങ്ങളുടെ അടയാളങ്ങൾ ആദ്യം പറയുന്നത്, ഒന്ന്, ആർക്കും ഒരു ഉപകാരവും ഒരു സഹായവും ചെയ്യാത്ത ആളാണ്. അതാണ് തൊട്ട് മുമ്പുള്ള സൂറത്തിൽ നമ്മളിങ്ങനെ ഓതി വരുമ്പോൾ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഭാഗമാണ് അനാഥയും അഗതിയും. 2 പേരെയും നിറവ്യത്യാസമില്ലാതെ സംരക്ഷിക്കേണ്ടതാണ്. പക്ഷെ അവർക്കൊന്നും കൊടുക്കൂല. കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ താല്പര്യപ്പെട്ട് വരികയാണെങ്കിൽ ഒരുപക്ഷെ ആ താല്പര്യം കെടുത്തിക്കളയും. അതാണ് ഒന്നാമതായി പറഞ്ഞത്. ഈ സൂറത്തിൽ അതിൻ്റെ നേരെ എതിരാണ് പറയുന്നത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. നമ്മളോട് എല്ലാവരോടും ബന്ധപ്പെടുത്തി പറയാം. അല്ലാഹു തആല പറയാണ്, ഇത് പ്രധാനമായും അല്ലാഹു തആല ആദ്യം പറയുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. മുത്തുനബിയെ തങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു അൽ കൗസർ, ധാരാളം തന്നിരിക്കുന്നു, അതുകൊണ്ട് അധികം കൊടുക്കണം. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഭാഷ? നമുക്കൊക്കെ അധികമല്ലേ കിട്ടിയത്, കുറവാന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഉപ്പാപ്പമാരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ, മുൻഗാമികളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ നമുക്ക് തന്നതിൽ എവിടെ കുറവുള്ളത്? ഒക്കെ അധികമാണ്. വീട് ഒന്ന് കൂട്ടി നോക്കൂ. ഓലമേഞ്ഞ വീട് ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, ഉണ്ടാകൂല എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, മുമ്പ് കാണാമായിരുന്നു ഓലമേഞ്ഞ വീട്. ആർക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പാപ്പാർക്ക് എന്നർത്ഥം. കുറെ നൂറ്റാണ്ടൊന്നും ആയിട്ടില്ല. കുറച്ചുകൂടി ഇങ്ങോട്ട് ഓട് മേഞ്ഞ വീട് ഇപ്പോഴും ഉണ്ട്, പക്ഷെ എണ്ണം കുറയാണ്. സൗകര്യത്തിൽ ഒരു 3-4 മെമ്പർമാരാണെങ്കിൽ ഒരു 8-9 ആൾക്കുള്ള സൗകര്യമുള്ള വീട്. അങ്ങനെയാണ് അല്ലാഹു തആല നമുക്കൊക്കെ തന്ന്. അതൊക്കെ പൊളിച്ചു കളയാനല്ല ഞാൻ പറയുന്നത്. അപ്പൊ അല്ലാഹു നമ്മോട് പറയുന്നത് അധികം തന്നിട്ടുണ്ട്, അധികം കൊടുക്കണം, എന്നാലേ അവിടെ നല്ല കാഴ്ച കാണാൻ പറ്റുള്ളൂ. ഇതാദ്യമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ലേ പറഞ്ഞത്? തങ്ങൾ കൊടുത്തേടത്തൊക്കെ അധികമാണ് കൊടുത്തത്. ഒരു ഉദാഹരണം പറയാം. തങ്ങൾ ബലിദാനം ചെയ്തതുപോലെ അവിടുന്ന് സമൂഹത്തിന് വേണ്ടി ബലിദാനം ചെയ്തതുപോലെ നമ്മുടെ നാട്ടിലാരും
ബലിദാനം നിർവഹിച്ചത് കാണൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിദാനം ചെയ്ത് സമൂഹത്തിന് സമർപ്പിച്ചത് 63 തങ്ങൾ തന്നെ അറുത്തു. ബാക്കി 60 നടത്താൻ സയ്യിദുന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി അവരെ ഏൽപ്പിച്ചു. 63 എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അവിടുത്തെ വയസ്സ് 63. ഓരോ വർഷത്തെ കൂട്ടി നോക്കിയാൽ ഓരോന്ന്. അതും ഒട്ടകം, പോത്തല്ല, പശുവല്ല, ആടുമല്ല. അല്ലാഹു തആല അവിടത്തേക്ക് നൽകിയതിൽ എപ്പോഴും കൊടുക്കുന്നതിൽ തങ്ങൾ ഏറ്റവും കാന അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അധികം ധർമ്മം ചൊരിയുന്ന ആളായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അധികം അവിടുന്ന് ധർമ്മം ചെയ്തിരുന്നത് വിശുദ്ധ റമദാനിലാണ്. റമദാനിൽ നമ്മളെ കൂട്ടത്തിൽ പലരും ഇങ്ങനെ കണക്കൂട്ടി നോക്കും, ഏതായാലും ഒരു 1000 രൂപ കൊടുക്കുക റമദാനല്ലേ, ഒരു 10,000 കൊടുക്കുക റമദാനല്ലേ. നമ്മളിലേക്ക് അപേക്ഷിച്ചാ കൊടുക്കുന്നതൊക്കെ ചെറുതായിരിക്കും. നമ്മളെ മുന്നിലുള്ളവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ വളരെ ചെറുതായിരിക്കും. സാമ്പത്തികമായി പുരോഗതി ഓരോ വർഷാവർഷവും കൂടി വരുന്നതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാ സന്ദർഭത്തിലും അവിടുന്ന് അജ്വദുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ഉദാരത മനസ്കതയുള്ള ആളായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ഉദാഹരണങ്ങൾ കാണാം ഹദീസിൽ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു ആദ്യം സഞ്ചരിച്ചിരുന്ന വാഹനം വളരെ ക്ഷീണിച്ചൊരു വാഹനമായിരുന്നു, ഒട്ടകം തന്നെ. എപ്പോഴും എങ്ങോട്ട് പോവുകയാണെങ്കിലും ജാബിർ റളിയല്ലാഹു അൻഹു എത്തി എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് പറയും പോകാറായി, ഇനി ആരും വരാണ്ടാകൂല. അങ്ങനെ ഉണ്ടല്ലോ ചില സംഗതിക്ക്. അയാൾ വന്നാൽ ഇനി നമുക്ക് തുടങ്ങാം, ഇനി ആരും വരാനില്ല, ലാസ്റ്റ് വണ്ടിയാണ്. അതേപോലെ ജാബിർ റളിയല്ലാഹു അൻഹു വന്നാൽ പിന്നെ എല്ലാവരും പറയും പോകാം, ഇനി ആരും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല ജാബിറെ, എന്താ അങ്ങനെ വൈകിയത്? അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാനും എൻ്റെ ഒട്ടകവും ഈ ഒട്ടകത്തിന്റെ മേലെ കയറി വരണ്ടേ, ഒട്ടകം ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഞാനും ഇങ്ങനെ എത്തും. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ഒന്നിങ്ങനെ ഷറഫാക്കപ്പെട്ട അവിടുത്തെ കരം കൊണ്ട് ഒന്നിങ്ങനെ തടവിക്കൊടുത്തു. അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ ഒന്ന് കൊട്ടിക്കൊടുത്തു. ഒരു ചെറിയ കയ്യിലുള്ള ഒരു ചെറിയ വാഹനമൊക്കെ സ്പീഡ് പോകാൻ വേണ്ടി ഒന്ന് തട്ടി ഉണർത്തുന്ന ചെറിയൊരു കോല് കൊണ്ട്, ഒരു വടി കൊണ്ട് ഒന്ന് തട്ടിക്കൊടുത്തു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ എൻ്റെ വാഹനത്തിന്റെ സ്പീഡ് എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അതിനെ പിടിക്കേണ്ട എല്ലാ ബ്രേക്കും പിടിച്ചു. എനിക്കൊരു പേടി, ഈ വാഹനം പോയി 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 ഏറ്റവും മുന്നിൽ നിർത്തിയിരിക്കുന്ന വാഹനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനമാണ്. അതിനാരും ഓവർടേക്ക് ചെയ്യാറില്ല. അതൊരു ബഹുമാനാണ്. നമ്മളെ നാട്ടില് മകൻ കാറിലും ബാപ്പ ചെറിയ സ്കൂട്ടിയിലും പോകുകയാണെങ്കിൽ മകന് തിരക്കുണ്ടെങ്കിൽ ഒന്ന് ഓണടിച്ച്, ബാപ്പ നിങ്ങൾ വരും, നിങ്ങൾക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല, ഞാൻ പോട്ടെ. ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തവരെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അവരെ പരിഗണിക്കുന്ന ബഹുമാനം കൊണ്ട് നമുക്ക് അല്ലാഹു തആല നൽകുന്ന ഉയർച്ച നമുക്ക് കാണാൻ പറ്റൂല. ദുനിയാവിലും അല്ലാഹു ഉയർച്ച തരും, ആഖിറത്തിലും തരും, നമ്മിലും തരും, നമ്മുടെ മക്കളിലും തരും, പേരക്കുട്ടികളിലൊക്കെ തരും. ആ വാഹനത്തിന്റെ സ്വഭാവം തന്നെ ഹദീസിൽ പറയുന്നുണ്ട്, വകാനത് ലാ തുസ്ബഖുൽ അൽബാ. അവിടുത്തെ വാഹനം മറ്റാരും ആ വാഹനത്തെ മറികടന്നു പോകാറില്ല. എല്ലാവരും ആ വാഹനത്തിന്റെ പിറകിലാണ് പോകാറുള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് നിയന്ത്രണം കിട്ടുന്നില്ല, ഞാൻ പിടിച്ചു. സ്വഹാബത്തൊക്കെ ചോദിക്കുന്നു, ആരാണ് അത്ര അദബില്ലാതെ പോയത്? പിടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. എല്ലാ വാഹനങ്ങളെയും മറികടന്ന് നല്ല സ്പീഡിലാണ് എൻ്റെ വാഹനം മുന്നോട്ട് അങ്ങനെ പോയത്. അവിടുത്തെ ആ ഒരു കരസ്പർശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തൊട്ട് തലോടിയ ആ ഒരു ബറക്കത്ത്, ആ ഒരു അനുഗ്രഹം
എത്രമാത്രം വലിയ അനുഗ്രഹമാണത്. കം അബ്റഅത് വാസിബൻ ബില്ലം സിറാഹത്തുഹു വഅത്ലഖത് അരിബം മിർ റിബ്ഖത്തിൽ ലമമി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്പർശം കൊണ്ട് കിട്ടിയ അനുഗ്രഹം, അതിൻ്റെ മൂല്യം കണക്കാക്കാൻ കഴിയില്ല. ഏത് ക്ഷീണമുള്ള വാഹനവും ക്ഷീണം മാറി മുന്നോട്ട് കുതിക്കുന്നു. അത് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്തിന്റെ ശേഷമുള്ളൊരു പ്രത്യേകതയല്ല, കുട്ടിക്കാലത്ത് തന്നെ അങ്ങനെയുണ്ട്. ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി വന്ന ദിവസം തങ്ങൾക്ക് വയസ്സായിട്ടില്ലല്ലോ, അന്ന് ഒരു വയസ്സുപോലും തികഞ്ഞിട്ടില്ല. സ്വന്തം ഉമ്മയോടൊപ്പം താമസിക്കുന്ന കാലമാണ്. മുലയൂട്ടാൻ ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ വേണ്ടി വന്നപ്പോൾ കിട്ടിയത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. തങ്ങളെ കയ്യിലേക്കെടുത്ത് വാഹനത്തിന്റെ മുകളിൽ വെച്ചപ്പോൾ വാഹനത്തിന്റെ ക്ഷീണം മാറി. ബനൂ സഅദ് ഗോത്രത്തിൽ നിന്ന്, ത്വായിഫിൽ നിന്ന് മക്കയിലെത്തിയ പെണ്ണുങ്ങളിൽ അവസാനം എത്തിയത് ഞാനാണ്. പക്ഷേ തിരിച്ചെന്റെ വീട്ടിലേക്ക് ആദ്യമായി എത്തിയത് ഞാനാണ്. തിരിച്ച് മുത്തുനബി തങ്ങളെയും ആ വാഹനത്തിലിരുത്തി കൊണ്ടുപോകുമ്പോ എന്റെ മുന്നിൽ മക്കയിൽ വന്ന് തിരിച്ചുപോയ സ്ത്രീകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, അല്ല ഹലീമ, കുഞ്ഞിനെ കിട്ടിയോ? കിട്ടി. വാഹനം പുതിയത് വേറെ വാങ്ങിയോ? പുതിയത് വേറെ വാങ്ങിയോ എന്നവർ ചോദിക്കുന്നത് വാഹനത്തിന്റെ സ്പീഡ് കണ്ടിട്ടാണ്. കാരണം മക്കയിലേക്ക് വരുമ്പോൾ അവസാനം എത്തിയ മഹദി തിരിച്ച് ത്വായിഫിലേക്ക് പോകുമ്പോ ഏറ്റവും ആദ്യമായി ത്വായിഫിൽ എത്തുന്നു. കാരണം ആ വാഹനം ചുമന്നിരിക്കുന്നത് ആരെയാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതിന്റെ ക്ഷീണം മാറി, സ്പീഡ് കൂടി, നടത്തം കൂടി. അതിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും നല്ല ഓജസ്സും തേജസ്സും വന്നുകൂടി. അതേ രൂപത്തിലാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാഹനം. എല്ലാ വാഹനങ്ങളെയും മറികടന്ന് എത്തേണ്ടിടത്ത് ആദ്യം എത്തി. സ്വഹാബത്ത് വന്നു നോക്കുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹുവാണ് വാഹനം ഓടിച്ചു വന്നത്. പിറകിൽ വന്നവർ ചോദിക്കുന്നു, അല്ല ജാബിറെ, ബഹുമാനം മറന്നോ? ഞാനൊരു ബഹുമാനവും മറന്നിട്ടില്ല. എന്റെ വാഹനത്തിന്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കൊട്ടി തന്നു. നിങ്ങൾ എപ്പോഴും പറയാറില്ല അവസാനത്തെ വണ്ടി, അവസാനത്തെ വണ്ടി എന്നത്, അതിന്ന് മാറിപ്പോയി. അവിടുത്തെ കരസ്പർശം ഒന്ന് ഏറ്റപ്പോ എന്റെ വാഹനത്തിന് പരിമിതിയില്ലാത്ത സ്പീഡ് കൂടിപ്പോയി. ആ വാഹനത്തിന്റെ ഉന്മേഷമൊക്കെ കൂടി കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജാബിറെ, ഈ വാഹനം എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു. കാരണം ഇപ്പൊ ആ വാഹനത്തിന്റെ പുള്ളിങ് കണ്ടാൽ ആരും വാങ്ങും. അങ്ങനല്ലേ, നമ്മൾ കാണാൻ പറ്റിയ വാഹനം അങ്ങനെ കണ്ടാൽ നമ്മളെ മനസ്സിലുണ്ട ഒരു കൊതി, ഒരാഗ്രഹം ഉണ്ടാവില്ല, അതൊന്ന് സ്വന്താക്കണം. തങ്ങൾ ചോദിച്ചു, വാഹനം എനിക്ക് വിൽക്കുന്നുവോ? അപ്പൊ നബിയെ, തങ്ങൾക്ക് വിൽക്കാനോ? അല്ല, ഞാൻ വെറുതെ തരാം. അല്ലല്ല, വെറുതെ വേണ്ട, വിലക്ക് മതി. എന്നാ പിന്നെ ശരി, ഞാൻ വിലക്ക് തരാം. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് മദീന വരെ ഈ വാഹനത്തിൽ എനിക്ക് സഞ്ചരിക്കണം. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ, മദീനയിലെത്തിയിട്ട് കൊണ്ടുവന്നാൽ മതി. ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് മദീനയിലെത്തുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹു വാഹനം കൊണ്ടുവന്ന് തങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് നിർത്തിയിട്ട്, ദാ നബിയെ വാഹനം എന്ന് പറഞ്ഞു. വീട്ടിന്റെ ഉള്ളിലുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ച് തങ്ങൾ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കേണ്ട പണം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കാശ് കൊടുത്തു. ഞാൻ ഉദാഹരണം പറയുന്നത് അജോദുന്നാസ് എന്നതിനാണ്. കാശ് കൊടുത്തു. തിരിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു നടന്നാണ് പോകുന്നത്. വാഹനത്തിൽ വന്നാൾ നടന്നു പോകുമ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനൊരു പ്രയാസം. നേരത്തെ വന്നത് വാഹനത്തിലാണ്, പക്ഷെ തിരിച്ചു വന്ന് നടന്നിട്ടാണല്ലോ. ജാബിർ റളിയല്ലാഹു അൻഹു വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞു, ജാബിറെ, ആ വാഹനം ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയി തന്നു കൊണ്ടുപോയിക്കോളിയുന്നു. എന്താ, നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ടാവില്ല. നമ്മൾ ചോദിക്കും, വാങ്ങിയത് അങ്ങനെ തിരിച്ചു കൊടുക്കുകയെന്ന്. വില കൊടുത്ത് വാങ്ങിയത് പിന്നീട് ദാനം ചെയ്യാണ്. ആ സ്പോട്ടിൽ തന്നെ ദാനം. വക്കാന അജ്വദന്നാസ്, ഏറ്റവും അധികം കൊടുത്തിരുന്നവരായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാ ഘട്ടങ്ങളിലും. അതാണ് ഒന്നാമത്തെ വിഷയം. മറ്റേ സൂറത്തും ഈ സൂറത്തുമായി ബന്ധിക്കും. രണ്ടാമതായി അല്ലാഹു തആല മറ്റേ സൂറത്തിൽ പറഞ്ഞു, മുമ്പുള്ള സൂറത്തിൽ പറഞ്ഞു, മുനാഫിക്കുകളുടെ വിഷയങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, അവർക്കൊരു സ്വഭാവമുണ്ട്. എന്താണ് ആ സ്വഭാവം? തോന്നുമ്പോൾ നിസ്കരിക്കും. ഫവൈലുൽ ലിൽ മുസല്ലീൻ
അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധരാണ്. അവർക്ക് തോന്നി എപ്പോഴും അപ്പം നിസ്കരിക്കും, എപ്പോഴൊന്നുമില്ല. ഈ സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞു ഫസ്വല്ലി, എപ്പോഴും നിസ്കരിക്കണം. നേരെ എതിരാ. മൂമിനാണോ നീ? എപ്പോഴും നിസ്കരിക്കണം, ഒരു വക്തും മുടക്കരുത്. അവരങ്ങനല്ല, മുനാഫിക്ക് അങ്ങനല്ല. മുനാഫിക്കിന്റെ സ്വഭാവം എന്താ? നല്ല റേഞ്ചിലാണെങ്കിൽ നിസ്കരിക്കും, തിരക്കാണെങ്കിൽ നിസ്കാരമില്ല, ശുഗലാണെങ്കിൽ ഇല്ല, ഫ്രീ ആണെങ്കിൽ ഒന്ന് നിസ്കരിച്ചു നോക്കുക, നിസ്കരിക്കും. അങ്ങനെ അതാണ് അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിന്റെ സമയത്തിൽ ശ്രദ്ധയില്ല, തോന്നുമ്പോ നിസ്കരിക്കുന്ന അർത്ഥം. എപ്പോഴും ഇല്ല, എന്നാ അതിന്റെ നേരെതിര്. മൂന്നാമതായി അല്ലാഹു തആല പറഞ്ഞു അവർക്കൊരു സ്വഭാവം കൂടിയുണ്ട്. എന്ത്? അല്ലദീന ഹും യുറാഊൻ. അഥവാ എന്തെങ്കിലും നന്മകളൊക്കെ ചെയ്യുകയാണെങ്കിൽ 4 ആള് കാണണം, 4 ആള് പറയണം, എന്നിട്ട് ഇതൊന്ന് ഉഷാറായി നിൽക്കണം. തിരക്കടില്ല, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല. അല്ലദീന ഹും യുറാഊൻ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ. അങ്ങനെയാകരുതേ. ലിറബ്ബിക, നിന്റെ നിസ്കാരവും നിന്റെ വിഷയങ്ങളൊക്കെ ലിറബ്ബിക, റബ്ബിന് വേണ്ടിയാകണം. ഇഖ്ലാസോടെയാകണം, ആത്മാർത്ഥമായിട്ടാകണം. നേരെ എതിരായി ഇപ്പുറത്ത് പറഞ്ഞത്. പിന്നെ അപ്പുറത്ത് പറഞ്ഞു വയംനഊനൽ മാഊൻ. 4-മതായി പറഞ്ഞു മുനാഫിക്കിന്റെ ഒരു അടയാളം, മറ്റുള്ള ആളുകൾക്കൊരു പരോപകാരം ചെയ്യുക, ആ പണിയില്ല. എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കാൻ ഉഷാറാണ്, അതിന് ഉഷാറാണ്. എങ്ങനെ ഇപ്പൊ അത് പറഞ്ഞു തരാന്നോ? എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന ഒരു സംഗതിയാണ് റോഡ്, അല്ലേ? റോഡ്. അപ്പൊ ആ റോഡ് ഇങ്ങനെ പോകണമെങ്കിൽ ഒരു മീറ്റർ നിങ്ങൾ കൊടുക്കണം. ഈ 1 മീറ്റർ ചോദിക്കുന്ന ആൾക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, അയാൾക്ക് തന്നെ അറിയില്ല എത്ര ഏക്കർ ഉള്ളത്. അയാളോടാ ചോദിക്കുന്നത് 1 മീറ്റർ. അവിടെ 1 മീറ്റർ കൊടുത്താൽ എത്ര കുറയും, എത്ര വില കിട്ടുന്ന ഭൂമിയാ, അത് തരാൻ പറ്റൂല. അല്ല, അപ്പൊ ആളുകൾ നടന്നുകൊണ്ട് നടന്നു പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല, എൻ്റെ വീട്ടിലേക്ക് വഴിയുണ്ട്, അവിടൊക്കെ അങ്ങനെ മതി. ഉണ്ടാ എല്ലാവർക്കും കിട്ടുന്നൊരു ഉപകാരത്തിന് മൂപ്പര് തടസ്സ. എന്നാൽ എല്ലാവർക്കും കിട്ടുന്ന പണി ചെയ്യണം. വൻഹർ, എല്ലാവർക്കും കിട്ടുന്നൊരു സംഗതിയാണ് സമൂഹത്തിന് മൊത്തം ഉപകരിക്കുന്നത്. സാമൂഹ്യ സേവനത്തിൽ വലുതാണ് ബലിദാനം നിർവഹിക്കണം. ഉളുഹിയത്തിന്റെ പ്രത്യേകത ഒന്നും ഹദീസൊന്നും ഇപ്പൊ ഞാൻ എണ്ണുന്നില്ല, വലിയ സവിശേഷത ഉള്ള സംഗതിയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഇവിടുന്ന് ഹജ്ജിനും ഉംറക്കും പോയ ആളുകളോട് അതിന് നല്ലൊരു പുണ്യകർമ്മമാണ്, അതൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാലുള്ളൊരു പുണ്യകർമ്മമാണ് ബലിദാനം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ, അത്രയും ലക്ഷങ്ങൾ മുടക്കി പോകുന്ന ആള് ചോദിക്കും ഒരാടിനർത്താ പോരെ? നോക്ക് നിങ്ങള്, ഇത്രയും ലക്ഷങ്ങൾ മുടക്കിപ്പോയ ആൾ ചോദിക്കേണ്ടി ഒരാടിനർത്താ പോരെ എന്നല്ല, ഒരൊട്ടകത്തെ അറുത്ത് കൊടുത്താലോ? അങ്ങനെ ചിന്തിക്കേണ്ടത്. വലുത് വലുത് വലുത്. കാരണം നമ്മൾ ഈ പോയ സുഹൃതം വളരെ വലിയൊരു സുഹൃതമാണ്, അതിനനുസരിച്ചുള്ളതാകണം കൊടുക്കേണ്ടത്, ചെറുതാകരുത് എന്നർത്ഥം. അവരുടെ സ്വഭാവം അങ്ങനെയാണ്. യംനഊനൽ മാഊൻ, പരോപകാരം തടയാൻ പറ്റാത്ത കാര്യങ്ങളും ചിലപ്പോൾ തടയും. തടയാൻ പാടില്ല എന്ന് ഹദീസിൽ പറഞ്ഞ വിഷയങ്ങളിൽ ഒന്നാണല്ലോ വെള്ളം. തടയാൻ പറ്റുമോ? ഇല്ല. നിങ്ങളെ കിണറ്റിൽ നിന്ന് ഒന്ന് വെള്ളം എടുക്കട്ടെ, വേനൽക്കാലമാണ്, നമ്മളെ കിണറ്റിലൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. അതിൽ വേറൊരു മോട്ടർ കൂടി വെച്ചാൽ ഉള്ളതും വറ്റിപ്പോവും. അതാ 10 മോട്ടർ വെച്ചാലും വെള്ളം ഇങ്ങനെ കൂടി കിട്ടുന്ന അത്രയും ഉറവുള്ള സ്ഥലമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താ പ്രശ്നം? കൊടുക്കാൻ മനസ്സില്ല, അത്രേ ഉള്ളൂ. അപ്പൊ പറയുന്നൊരു വാക്കാണ്, അതിൽ ഇനിയൊരു മോട്ടർ കൂടി വെച്ചാൽ വെള്ളം വറ്റിപ്പോകും, കുടുംബക്കാർക്കെല്ലാവർക്കും കിട്ടൂല. വേറൊരു മോട്ടർ കൂടി വെച്ച് വെള്ളം അടിക്കുകയാണെങ്കിൽ വേറൊരാൾക്ക് കൊടുത്തല്ലോ എന്ന് കരുതിയിട്ട് അല്ലാഹു തആല ഏറെ കൊടുക്കുക ചെയ്യാ. പണ്ട് കാലത്ത് അങ്ങനെയല്ല ആളുകൾ പറയല്, വെള്ളം കോരിയെടുക്കുന്ന കിണറ്റിലാണ് കൂടുതൽ കരു ഉണ്ടാകുക എന്ന് പറയും. കരു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉറവാന്നാണ്. ഉറവ് അങ്ങനെ പൊട്ടി ഒഴുകും. കോരുന്നതിനനുസരിച്ച്, വെള്ളം എടുക്കുന്നതിനനുസരിച്ച് വർധനവ് ഇങ്ങനെ കിട്ടും. തടയേണ്ട ഒരു സംഗതി അല്ലല്ലോ, തടയാൻ പാടില്ല എന്നാണ് ശരിക്കും. ഉപ്പ് തടയാൻ പറ്റുമോ? ചോദിച്ചാൽ കൊടുക്കണം എന്നല്ലേ?
മറ്റൊന്നാണ് അന്നാറു, തീ. അത് പിന്നെ ആരും ചോദിച്ചാൽ തരൂല്ലേ? തീപ്പൊട്ടിയൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സഹകരണമാണ്. ഇരിക്കട്ടെ, പരോപകാരം തടയാൻ പാടില്ല. ഇത് മൊത്തത്തിൽ മറ്റേ സൂറത്തുമായി ബന്ധിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നൊരു വിഷയമാണ്. ദുഷിച്ച പ്രവർത്തനങ്ങളാണ് മുനാഫിഖിൽ നിന്നുണ്ടാകുന്നത്. മുഅ്മിൻ അതിൻ്റെ നേരെ എതിരാകണം. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, പലയിടത്തും വിശദീകരിച്ചതാണത് കൂടുതൽ. അത് മാത്രം വിശദീകരിക്കുകയാണെങ്കിൽ പിന്നെ അതിൽ ഒതുങ്ങിപ്പോകും. ഒരൊറ്റ കാര്യം അതുമായി ബന്ധപ്പെട്ട് പറയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചൊല്ലുന്നവർ എപ്പോഴും പൂർണ്ണമായി ചൊല്ലണം. ബിസ്മില്ലാഹിയിൽ ഒതുക്കരുത്. എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം. അറുക്കുകയാണെങ്കിൽ പോലും അങ്ങനെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ചിലർ പറയും അറുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി മതി, കാരണം അപ്പുറത്ത് പറയുന്നത് റഹ്മാനു റഹീം അല്ലേ, റഹ്മത്തുമായി ബന്ധപ്പെട്ടതല്ലേ. അറവ് അതിനോട് യോജിക്കൂലല്ലോ. അറവ് സത്യത്തിൽ ഒരു റഹ്മത്താണ്. എറിഞ്ഞു കൊല്ലും പോലെയല്ലല്ലോ അറവ് നടത്തിയിട്ട് ഒന്നിൻ്റെ റൂഹ് വേർപ്പെടുത്തുന്നത്. അതിന് സുഗമമായ രീതിയിലുള്ള ഒരു മൗത്ത് നൽകുകയാണ് അറവ് എന്ന് പറഞ്ഞാൽ. ഒന്നിൻ്റെ തലക്കടിച്ച് കൊല്ലും പോലെ അല്ല, ഒന്നിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലും പോലെയാണോ? അല്ല, സുഗമമായ രീതിയിലുള്ള മൗത്താണ് അറവ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് റഹ്മത്താണ്. അതുകൊണ്ട് ചൊല്ലണം അവിടെയും ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും ഒക്കെ പൂർണ്ണ ബിസ്മി ചൊല്ലണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കത്ത് എഴുതുന്നിടത്തും എഴുതണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് എഴുതിയ കത്തിൻ്റെ ഒക്കെ ആമുഖത്തിൽ തുടക്കത്തിൽ എഴുതിയ വാക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. പൂർണ്ണമായിട്ട് ബിസ്മി ചൊല്ലണം, പകുതി എഴുതി നിർത്തരുത്. മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. കത്ത് എഴുതുമ്പോൾ, ഇപ്പം ചില ആൾക്കാർ മെസ്സേജും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ബിസ്മീന്ന് എഴുതിയിട്ട് പിന്നെ കാണാൻ കുറേ കുത്തിട്ടിക്കണം, ഇങ്ങനെ കുറേ പോയിന്റുകൾ ഇങ്ങനെ. എന്തിനാ? സൗകര്യം ഉണ്ടെങ്കിൽ പൂരിപ്പിച്ചോളിന്നോ? അതെന്തിനാ സംഗതി? ചില ആൾക്കാർ കാണാൻ അസ്സലാമു എഴുതിയിട്ട് പിന്നെ അങ്ങനെ ഒരലൈക്കും എഴുതാൻ നേരല്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ബിസ്മീന്ന് എഴുതിയിട്ട് കുറെ പുള്ളി ഇട്ട് വെക്കേണ്ടതല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫുള്ളായിട്ട് എഴുതണം. എഴുതുമ്പോൾ മുഴുവനായിട്ട് എഴുതണം, ചൊല്ലുമ്പോഴും മുഴുവനായിട്ട് ചൊല്ലണം. അതിലൊരു പ്രത്യേകത ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ കുറേ പ്രത്യേകതകൾ എണ്ണിയ കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ അക്ഷരങ്ങളൊന്ന് എണ്ണി നോക്ക്. സമയമുണ്ടോ? എത്ര അക്ഷരം ഉണ്ടാവും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മൊത്തത്തിൽ 19 അക്ഷരങ്ങളാണ്. ബിസ്മീന്ന് ഇങ്ങനെ കൂട്ടി തുടക്കം ലാസ്റ്റ് വരെ എണ്ണിയാൽ 19 അക്ഷരങ്ങളാണ്. അതൊരു 19 മലക്കുകളിൽ നിന്നുള്ള വലിയൊരു കാവലിന്റെ വചനമാണ്. എവിടെയാണ് അല്ലാഹു 19 മലക്കുകളെ വെച്ചിരിക്കുന്നത്? അലൈഹാ 19. നരകത്തിന് കാവൽ നിർത്തിയിരിക്കുന്നത് 19 മലക്കുകളാണ്. നിസ്സാരമായി കരുതണ്ട. ഒരു മലക്കിന്റെ രൂപഭാവം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. ഒരു മലക്കിന്റെ തോളിന്റെ രണ്ട് ചുമലിന്റെ ഇടയിലുള്ള അകലം തന്നെ മാബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്രയും അകലമുണ്ട്. ഒരൊറ്റ മലക്കിന്റെ 2 ചുമലിന്റെ ഇടയിലുള്ള അകലം. അത്രയും ഭീമാകാരന്മാരായ മലക്കുകളെയാണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ പോരെ സഹോദരങ്ങളെ, ഒറ്റാള് തന്നെ മതി. അത്തരത്തിലുള്ള 19 സബാനിയത്താണ് നരകം കാക്കാൻ നിൽക്കുന്നത്. ആ 19 ആളുകളിൽ നിന്നൊരു മോചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പതിവാക്കുന്ന ആളുകൾക്ക് ലഭിക്കും. അതുകൊണ്ട് ബിസ്മി ചൊല്ലുമ്പോൾ പൂർണ്ണമായി ചൊല്ലണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഇന്നാ തീർച്ചയായും നാം, അല്ലാഹു പറയുന്നു, നാം അഅ്തൈനാക മുത്തുനബിയെ തങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു അൽ കൗസർ, കൗസറിനെ തന്നിരിക്കുന്നു. അൽ കൗസർ എന്ന വാക്കിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. പഠിക്കാൻ പറ്റുന്ന, പറയാൻ പറ്റുന്ന അത്രയും പറയാം. അൽ കൗസർ തങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു. നൽകിയത് ആരാണ് സഹോദരങ്ങളെ? അല്ലാഹുവാ പറയുന്നത്. നമ്മൾ നൽകിക്കഴിഞ്ഞു. അല്ലാഹു നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ തിരുത്താനില്ല. നൽകിയതൻ അല്ലാഹുവാണ്. അത് വലിയ ബഹുമാനത്തിൻ്റെ ഒരു നൽകലാണ്.
കൊടുത്തതാരാണ് എന്ന് നോക്കുമ്പോഴാണ് അതിന്റെ ബഹുമാനം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അല്ലാഹു പറയുന്നത് ഇന്നാ അഅ്തൈനാക, തങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, അവിടെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നബിയെ, നബിക്ക് നമ്മൾ നൽകി എന്നല്ല പറഞ്ഞത്, തങ്ങൾക്ക് നാ നേരിട്ട് പറഞ്ഞത്. നേരിട്ട് അല്ലാഹു തആല കൊടുത്തു കഴിഞ്ഞൊരു സ്ഥാനമാണിത്. ഇന്നാ അഅ്തൈനാക, മുത്തുനബിയെ തങ്ങൾക്ക് നാം നൽകിയത് റസൂലായി എന്ന നിലക്കോ നബിയായി എന്ന നിലക്കോ ഒന്നും അല്ല, തങ്ങൾക്ക് നാം നൽകിയതാണ്. നാമും തങ്ങളും തമ്മിലുള്ളൊരു ബന്ധം അതിലുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം മറ്റാർക്കും കൊടുക്കാത്ത ഒരു സ്ഥാനമാണോ ഇത്? അതെ, മറ്റാർക്കും നൽകാത്തൊരു ബഹുമാനമാണ്. നാം തങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. അൽ കൗസറ, കൗസറിനെ നൽകിക്കഴിഞ്ഞു. എല്ലാവർക്കും അറിയാവുന്നൊരു തഫ്സീറാണല്ലോ കൗസർ എന്ന് പറയുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചതുപോലെ തന്നെ കൗസർ എന്ന വാക്കിന് ഒരുപാട് തഫ്സീറുകളുണ്ട്. അതിലേറ്റവും പ്രചാരം നേടിയ തഫ്സീർ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു തഫ്സീറുണ്ട്. ബാക്കിയുള്ളത് സ്വഹാബിമാരും താബിയുകളുമൊക്കെ അവിടുത്തെ വാക്കിൽ നിന്ന് മറ്റു വിഷയങ്ങളിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച തഫ്സീർ? അത് സ്വർഗത്തിലെ ഒരു നദിയാണ്. ഹുവ നഹ്റുൻ ഫിൽ ജന്ന. കൗസർ എന്ന് പറയുന്നതിൻ്റെ ഒരു വ്യാഖ്യാനം അതാണ്, സ്വർഗത്തിലെ നദിയാണ്. ഹഫതാഹു മിൻ ദഹബ്, ആ നദിയുടെ രണ്ട് ഭാഗങ്ങളും രണ്ട് സൈഡുകളും സ്വർണത്തിലാണ് അല്ലാഹു തആല നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് ഭാഗങ്ങൾ, ഈ കൗസറിന്റെ രണ്ട് ഭാഗങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിതമായതാണ്. രണ്ട് ഭാഗങ്ങൾ അപ്പുറവും ഇപ്പുറവും. ഒരു തോട് കാണാറില്ലേ, ഒരു പുഴ കാണാറില്ലേ? നാം കാണുന്ന പുഴയുടെ രണ്ട് വക്കുകളും ചളിയും മണ്ണും നിറഞ്ഞതാണ്. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു കെട്ട്, സിമന്റിന്റെയോ മറ്റോ ഒരു കെട്ടുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ കെട്ടിപ്പിടിപ്പിച്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇതിന്റെ രണ്ട് ഭാഗങ്ങളും സ്വർണത്തിനാലാണ്. വമജ്റാഹു അലദ്ദുർരി വൽയഖൂത്ത്, ദുനിയാവിൽ കാണുന്ന നദികൾ മുഴുവനും ആ നദിയുടെ അടിഭാഗങ്ങളിലുള്ളത് ചളിയും മണ്ണും മണലും മറ്റു പലതുമാണ്. എന്നാൽ കൗസർ ഒഴുകുന്നത് മുത്തും മാണിക്യവുമാണ് അതിൻ്റെ അടിഭാഗത്തുള്ളത്. നല്ല നല്ല വിലപിടിപ്പുള്ള മുത്തുകൾ, സ്വർഗത്തിലെ നല്ല നല്ല യാക്കൂത്തുകൾ, രണ്ടും ശ്രേഷ്ഠമായ രത്നങ്ങളാണ്. പിന്നെ പറയുന്നു തുർബത്തുഹു അത്യബു മിനൽ മിസ്ക്, അതിലെ മണ്ണ്, അതിൻ്റെ അടിഭാഗത്തിരിക്കുന്ന മണ്ണ് കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. വമാഉഹു അഹ്ലാ മിനൽ അസൽ, അതിലെ ജലാശയം, അതിലെ വെള്ളം, അത് തേനിനേക്കാൾ മധുരമേറിയതാണ്. ദുനിയാവിൽ നമ്മൾ തേനിന്റെ മധുരം ആസ്വദിച്ചിട്ടുണ്ടാകും. തേനിനേക്കാൾ മധുരമുള്ള വെള്ളം. വഅബിയദു മിനസ് സൽജി, ഹിമക്കട്ടയേക്കാൾ മഞ്ഞുകട്ടയേക്കാൾ നല്ല വെളുപ്പുള്ളതുമാണ്, വെണ്മയുമാണ്, നല്ല നിറത്തിലുള്ള വെള്ളമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ എൻ്റെ ഉമ്മത്ത് വരി വരിയായി വന്ന് നിൽക്കുന്നത് ആ ഹൗലിന്റെ സമീപത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആനിയതുഹു അദദുൻ നുജൂം, അതിലെ പാത്രങ്ങൾ നക്ഷത്രത്തിന്റെ അത്രയും എണ്ണത്തിലധികമാണ്. ഒരാൾക്ക് മുക്കിക്കൊടുക്കുന്ന ഒരു പാത്രത്തിൽ അടുത്ത ആൾക്ക് അടുത്ത പാത്രം കൊണ്ട്. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് ഇത് വിശദീകരിച്ചതിന് ശേഷം ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന സൂറത്ത് അങ്ങനെ അങ്ങ് ഓതി. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വർഗത്തിൽ തങ്ങൾ പ്രവേശിച്ചപ്പോൾ, എന്നാണ് പ്രവേശിച്ചത്? ഇസ്രാ മിറാജ്, ആ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പ്രവേശിച്ചു. സ്വർഗത്തിൽ ഒരു സുന്ദരമായ നദികൾ കണ്ടു. സുന്ദരമായ ഒരു നദി, അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ മുത്തുകൊണ്ട് നിർമ്മിതമായ ഹൈമകളുണ്ട്. മുത്തുകൊണ്ട് നിർമ്മിച്ച നല്ല നല്ല ഹൈമ. ഹൈമ എന്ന് പറഞ്ഞാൽ മനസ്സിലായ മോനെ? നല്ല പന്തൽ, മനസ്സിലായില്ലേ?
പന്തൽ പറഞ്ഞതില്ല. ആ നല്ല നല്ല പന്തൽ. ഈ ചില പന്തലൊക്കെ ഒരു കൊട മോഡൽ ഉണ്ടാക്കലുണ്ടല്ലേ, കൊട മോഡൽ. എന്നാ മദീനയിൽ പോയ ആൾക്കാരെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കുകൊണ്ടേ, അതുണ്ടാവുന്ന കാണാൻ നല്ല ഭംഗിയുള്ള നല്ല തൊപ്പിക്കുടകൾ. ഇതേപോലെ പുറത്തേക്കൊന്നും കാണാത്ത രൂപത്തിലുള്ള നല്ല മുത്തുകൊണ്ട് നിർമ്മിതമായ കാണാൻ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ പന്തലുകൾ, കൂടാരങ്ങളുണ്ട്. ഈ കൂടാരങ്ങളൊക്കെ ആർക്കാണെന്നറിയോ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നിർമ്മിതമായതാണ്. അവരൊക്കെ അതിൻ്റെ ഉള്ളിലാണ് താമസിക്കുക. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അതുപോലെ തന്നെ ബനാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ, പുത്രിമാർ, അവർക്കൊക്കെ താമസിക്കാനുള്ളതാണ്. അങ്ങോട്ട് പിന്നെ കൊണ്ടുപോയി കൊടുക്കും ഹൗലുൽ കൗസറിൽ നിന്ന്. അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോൾ ചോദിച്ചു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട്, എന്താണിത്? ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, നബിയെ, ഹാദൽ കൗസറുല്ലദീ അഅതാകഹുല്ലാഹ്, തങ്ങൾക്ക് അല്ലാഹു നൽകിയ കൗസർ, അല്ലാഹു തങ്ങൾക്ക് നൽകിയിട്ടില്ലേ കൗസർ? ഖുർആനിൽ അങ്ങനെ ഒരു സൂറത്തില്ലേ? ആ കൗസറാണിത്. അതിന്റെ ഭംഗിയാണ് ഈ കാണുന്നത്. സ്വർഗത്തിൽ പ്രവേശിച്ച് ആ കൗസറൊക്കെ ശരിക്ക് കണ്ട് തിരിച്ചു വന്നിട്ടാണ് സ്വഹാബത്തിനോട് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ വിശദീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിൽ കാണാം, നമ്മളെ നാട്ടിൽ സാധാരണ കുടിക്കുന്ന ആളുകൾക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരൂലേ അല്ലേ? ജ്യൂസ് കുടിക്കുമ്പോൾ വരെ ആൾക്കാർ ചോദിക്കും കഴിക്കാനൊന്നുമില്ലേ. അപ്പൊ പിന്നെ അതിന്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങും, എന്തെങ്കിലും കടികൾ, എണ്ണക്കടിയോ വേറെ എന്തെങ്കിലും കടി വാങ്ങും. അപ്പൊ അവിടെ പക്ഷികളുണ്ട് എന്ന് ഹദീസിൽ പറഞ്ഞപ്പോ ആ പക്ഷികളുടെ രൂപഭാവങ്ങൾ തങ്ങൾ വിശദീകരിച്ചു. ആ പക്ഷികളുടെ പെരടികളൊക്കെ കഅനാഖിൽ ജുസുരി, ഒട്ടകത്തിന്റെ പെരടി പോലെ നീണ്ടു നിൽക്കുന്ന പെരടിയുള്ള പക്ഷികളാണ്. റളിയല്ലാഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഇന്നഹാല നായിമ, നല്ല സോഫ്റ്റ് ആയിരിക്കും അതിന്റെ ഇറച്ചി, അത് ഭക്ഷിക്കാന് നല്ല സോഫ്റ്റ് ഉള്ളതാണോ മൃദുലമായതാണോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഉമറേ, ആകുലുഹാ അൻഅമു മിൻഹാ യാ ഉമർ, ആ പക്ഷികളെ ഭക്ഷിക്കുന്നവർ ഏറ്റവും അതിനേക്കാളും നല്ല മാർദ്ദവമേറിയവരായിരിക്കും. അവരുടെ ചൊങ്കും ചൊറുക്കും ചെറുതാകൂല. ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൗസറിൽ നിന്ന് മുക്കിക്കൊടുത്തത് കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഭക്ഷിക്കാൻ നല്ല നല്ല സ്മൂത്തായ പക്ഷികളെയും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അത് കുടിക്കാൻ നൽകപ്പെടുന്നത് ആർക്കാണ്? എല്ലാവർക്കും കിട്ടുമോ? ചില ആളുകളെ അവിടുന്ന് ആട്ടിയോടിക്കപ്പെടുന്നുണ്ട്. ആ ഹതഭാഗരിൽ അള്ളാഹു പെടുത്താതിരിക്കട്ടെ. ഈ ഭാഗം പറഞ്ഞതുകൊണ്ട് ഞാനതൊന്ന് പറയുകയാണ്. അതാരൊക്കെയാണെന്ന് വിശദീകരിച്ചിടത്ത് ഇമാം അൽ ഹാഫിൽ ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുല്ലാഹ് 2-3 തരം ആളുകളെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിലൊറ്റൊന്നിലും പെട്ടുപോകരുത്, ഒരു കൂട്ടക്കാരിലും നമ്മൾ ഉൾപ്പെടരുത്. കാരണം ഈ കൗസർ ലഭിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സന്തോഷം എന്താണ്? കൗസർ കിട്ടിയാലുള്ള സന്തോഷം എന്താണ്? ഈ കൗസർ എന്ന് പറയുന്ന ഈ നെഹ്റിന്റെ, ഈ നദിയുടെ വിശാലത വിശദീകരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വത്തൂലുഹു മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, അതിന്റെ നീളം മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്രയുണ്ട്. ദീർഘിച്ച് കിടക്കുന്നൊരു നദിയാണത്, ചെറുതല്ല. ലാ യശ്റബു മിൻഹു അഹദുൻ ഫയൽമഉ, കുടിക്കുന്ന ഒരാളും പിന്നെ ദാഹിക്കുകയില്ല, ഒരിക്കൽ പോലും പിന്നെ ദാഹം വരില്ല. സഹോദരങ്ങളെ, മഹ്ശറിൽ വെച്ച് കിട്ടുന്നതാണിത്. ആദ്യമായിട്ട് ആ ഹൗലിന്റെ സമീപത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അത് മുക്കിക്കൊടുക്കുന്നത് ആർക്കാണ്? അവ്വലു വാരിദീഹി ഫുഖറാഉൽ മുഹാജിരീൻ. ആ ഹൗലിന്റെ സമീപത്ത് വന്ന് ആദ്യം പാനപാത്രം വാങ്ങി കുടിക്കുന്നത് മുഹാജിരീങ്ങളിലെ ഫുഖറാ, പാവപ്പെട്ട മുഹാജിറുകൾ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ, നാടും വീടും കുടുംബവും ഒക്കെ ഒഴിഞ്ഞിട്ട് ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മദീനയിലേക്ക് പുറപ്പെട്ട പാവപ്പെട്ട മുഹാജിറുകൾ. അവർക്കുള്ളൊരു സ്ഥാന ബഹുമാനം നോക്ക് നിങ്ങൾ.
ആദ്യം അവ്വലു വാരിദീഹി, ഹൗലിന്റെ സമീപത്തേക്ക് ആദ്യം എത്തുന്നവർ ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിരിങ്ങളായ ഫുഖറ ആണ്. അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അള്ളാഹു നമ്മെയും അവരെ പിന്നിലായി എവിടെയെങ്കിലും പെടുത്തി തരട്ടെ. അവരൊക്കെ നല്ലോണം സ്നേഹിക്കണം, ബഹുമാനിക്കണം. മുഹാജിരീങ്ങൾ, അൻസാറുകൾ അവരൊന്നും സാധാരണ ആളുകളല്ല. എന്നിട്ട് അവരെ വിശദീകരണ നിബിധങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദനിസു സിയാബ്, ആ മുഹാജിറുകൾ ആരാന്നറിയോ? പഴകിയ വസ്ത്രം ധരിച്ച്, അശ്വസുർ റൂസ്, മുടികളിലൊക്കെ ഇങ്ങനെ ഒരു പൊടി വരേണ്ട രീതിയിൽ, കാര്യമായിട്ട് ദുനിയാവിലെ സുഖങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. ഏതെങ്കിലും വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവർക്ക് കവാടം തുറന്നു കൊടുക്കപ്പെടൂല. കാരണം കാണാൻ അത്ര നല്ല ചൊങ്കും ചേലും ചൊറുക്കും സൗകര്യത്തിലും ജീവിച്ചവരല്ല. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അവരെങ്ങാനും ഒരു കാര്യം നടക്കണമെന്ന് അള്ളാഹുവിനോട് തീർച്ചപ്പെടുത്തി പറഞ്ഞാൽ അള്ളാഹു നടത്തിക്കൊടുക്കും. അത്രയും അള്ളാഹുമായി ആത്മബന്ധമുള്ള ആളുകളാണ് അവർ. ആ കൂട്ടത്തിൽ ഒന്ന് നോക്ക് നിങ്ങൾ, ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലെത്തിയ മഹാനാണ്. മദീനക്കാര് വിളിക്കാറ് തന്നെ മുഖ്രിഉൽ മദീന എന്നാണ്. മുഖ്രിഉൽ മദീന, മദീനയിലെ ഓത്ത് പഠിപ്പിക്കുന്ന ആള്. അങ്ങനെ വന്നായിരിക്കും നമ്മുടെ നാട്ടിലും മുഖ്രി എന്നുള്ള പ്രയോഗം. പിന്നെ ആളുകൾക്ക് നേരെ പറയാൻ പറ്റാത്തതുകൊണ്ടൊക്കെ മുഖ്രി 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 എന്ന് പറഞ്ഞായിരിക്കും. അല്ലെങ്കിൽ വാടക സാധനം ഏൽപ്പിക്കുന്നോണ്ട് പറഞ്ഞാണോ അതും അറിയില്ല. മുഖ്രിഉൽ മദീന എന്ന പേരുണ്ടായിരുന്നു മഹാനവർകൾക്ക്, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ആ മുസ്അബ് റളിയല്ലാഹു അൻഹു ചെറിയ ആളല്ല. ബാപ്പ ഉമൈർ ബടാ പണക്കാരനാണ്, ചെറിയ പണമൊന്നുമല്ല. പക്ഷേ വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ ഉടുത്ത തുണിയല്ലാതെ മറ്റൊരു തുണി ഉമൈർ കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല, ഒരു സൗകര്യം കൊടുത്തിട്ടില്ല. അങ്ങനെ അങ്ങോട്ട് പോയതാണ്. വഫാത്തിന്റെ സമയത്ത് മുഹദിൽ ഷഹീദാകുമ്പോൾ നിങ്ങൾ നോക്ക്, ഒരു പൂർണ്ണ കഫംപുട കിട്ടാതെ വഫാത്തായി പോയ മഹാനാണ് ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അത് ആലോചിച്ചുകൊണ്ടാണ് പിൽക്കാലത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സംഘടപ്പെട്ട് കരഞ്ഞത്. ഇസ്ലാമിന് വേണ്ടി അത്രയും അധ്വാനിച്ചിട്ട് ഉഹദിൽ ഷഹീദായിട്ട് ഒരു കഫംപുട, പൂർണ്ണമായിട്ടൊരു കഫംപുട കിട്ടിയില്ല. ഒരു തുണിയുണ്ട്, തലമറച്ചാൽ കാല് വെളിവാകും, കാല് മറച്ചാലോ തല വെളിവാകും. അവസാനം തലഭാഗം മറച്ച് കാലിന്റെ ഭാഗത്ത് പുല്ലുകൊണ്ട് മറച്ചിട്ടാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഉഹുദിൽ മറമാടിയത്. ആ മുസ്അബ് തങ്ങളൊക്കെ ആദ്യമായി ഹൗലിന്റെ സമീപത്തേക്ക് പോകും. സഹോദരങ്ങളെ, മുഹാജിറുകളിൽ പാവപ്പെട്ടവർ, മദീനയിലെ സുഫത്തിന്റെ അസ്ഹാബിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. അസ്ഹാബ് സുഫത്തിൽ പാവപ്പെട്ട മുഹാജിറുകൾ അവരാ ഹൗലിന്റെ സമീപത്ത് വന്ന് പാനപാത്രം ആദ്യമായി ഏറ്റുവാങ്ങുമ്പോ എന്തൊരു സന്തോഷമാണ് അല്ലാഹു അവർക്ക് നൽകുന്നത്. എല്ലാ ഘട്ടങ്ങളിലും അവർക്ക് പരിഗണനയാണ്. കുടിക്കുന്നവൻ പിന്നെ ദാഹിക്കൂല. വലാ യതവല്ലഉ മിൻഹു അഹദുൻ ഫയതശഅസു അബദാ. ഏതെങ്കിലും ആള് ആ വെള്ളം ഉപയോഗിച്ച് ഒന്ന് മുഖം കഴുകിയാൽ, ഒന്ന് തലയിൽ അല്പം ബറക്കത്തിനൊന്നൊഴിച്ചാൽ, ആ വെള്ളം ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് തൊട്ട് നനച്ചാൽ ആ ശരീരത്തിന് പിന്നീട് യാതൊരു ക്ഷീണമോ രൂപഭാവത്തിന് മാറ്റമോ അഴകിന് കുറവോ സംഭവിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പക്ഷേ അത് കുടിക്കാൻ കഴിയാത്തവരെ തങ്ങൾ പറഞ്ഞു, ലാ യശ്റബു മിൻഹു മൻ അഖ്ഫറ ദിമ്മതി വലാ മൻ ഖതല അഹ്ല ബൈതി. എന്റെ ബഹുമാനം, എന്റെ സ്ഥാനമാനങ്ങൾ ഇടിച്ചു താഴ്ത്തിയവർ അതിൽ നിന്ന് പാനം ചെയ്യുകയില്ല, കുടിക്കുകയില്ല. എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളെ വധിച്ചവരും അതിൽ നിന്ന് കുടിക്കുകയില്ല. അങ്ങനെയുമുണ്ട് കുറെ ആളുകൾ. സഹോദരങ്ങളെ, അഹ്ലു ബൈത്തിൽപ്പെട്ട മെമ്പർമാരെ കൊന്നുകളഞ്ഞവരുണ്ട്. ഒന്നിനും വേണ്ടിയല്ല, അവരോടുള്ളൊരു അസൂയ മൂത്തിട്ട് അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയാതിരുന്നിട്ട് അതേ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോ, അതേ സ്വർഗത്തിലുള്ള ഈ നെഹറിനെ പറ്റി പറഞ്ഞപ്പോ അത് വിശദീകരിച്ചുകൊണ്ട് ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം,
നക്ഷത്രങ്ങളുടെ എണ്ണം അനുസരിച്ച് പാത്രങ്ങളുള്ള ആ നദിയിൽ നിന്ന് അത് മുക്കിക്കൊടുക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരിവരിയായി നിൽക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നിന്ന് ചിലരെ പിടിച്ചുകൊണ്ട് മലക്കുകൾ മാറ്റിയെടുക്കുന്ന സന്ദർഭമുണ്ട്. അപ്പോഴൊക്കെ ചിലരുടെ ലക്ഷണം കണ്ടിട്ട് തങ്ങൾ പറയും, അതെന്റെ ഉമ്മത്തിൽപ്പെട്ട മെമ്പർമാരല്ലയോ, ഉമ്മത്തിൽപ്പെട്ട ആളുകളല്ലയോ എന്ന് തങ്ങൾ ചോദിക്കും. പക്ഷേ മലക്കുകൾ അതിന് പറയുന്ന മറുപടിയുണ്ട്, നബിയേ, തങ്ങൾക്ക് ശേഷം അവർ പലതും മാറ്റം വരുത്തിയിട്ടുണ്ട്, തങ്ങളെ ദീന് മാറ്റിമറിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ പലതും അവർ തുന്നിച്ചേർത്തിട്ടുണ്ട് ദീനിൽ പെടാത്തത്. അതുകൊണ്ടാണ് അവരെ ആട്ടിപ്പായിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൊണ്ടുപോകുന്ന ആളുകൾക്ക് പിന്തുണ നൽകും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അവരെങ്ങോട്ട് അടുപ്പിക്കണ്ട. തങ്ങളും അതിന് സപ്പോർട്ടാ പറയണത്, അവരെങ്ങോട്ട് കൊണ്ടുവരണ്ട, കൊണ്ടുപോയിക്കോട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൗദുൽ കൗസറിന്റെ അതിൻ്റെ രുചിയും അതിൻ്റെ സന്തോഷവും ഒക്കെ വിശദീകരിച്ചപ്പോൾ ഒരു ദിവസം ഹംസ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി നബിതങ്ങൾ വന്നു. ഹംസ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഹംസ റളിയല്ലാഹുവിൻ്റെ വീട്ടിലില്ല. തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള അവിടുത്തെ കുടുംബത്തിലെ ഒരു ഉപ്പാന്റെ ഒരു സഹോദരനാണ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. ഹംസ റളിയല്ലാഹുവിനെ കാണാതിരുന്നപ്പോൾ ഭാര്യയോട് ചോദിച്ചു, എവിടെ പോയി? ഇപ്പം ഇങ്ങോട്ട് പുറത്തു പോയിട്ടുള്ള, എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല എന്നാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ നിൽക്കുമ്പോൾ ഭാര്യ ചോദിച്ചു, തങ്ങൾ കയറുന്നില്ലേ, എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ ആ വീട്ടിൽ നിന്ന് നല്ലൊരു പലഹാരം ഉണ്ടാക്കി തങ്ങൾക്ക് കൊടുത്തു ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. അതിങ്ങനെ കഴിച്ചിട്ട് തങ്ങൾ ഭക്ഷിച്ചപ്പോ ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, ഹനി അല്ലക യാ റസൂലല്ലാഹ് വ മരീഅൻ, തങ്ങൾ വന്നതിൽ വല്ലാത്ത സന്തോഷം. ഞാനിവിടെ തങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. അതെ, എന്നോട് എൻ്റെ ഭർത്താവ് പറഞ്ഞിരുന്നു, തങ്ങൾക്ക് സ്വർഗത്തിൽ അല്ലാഹു തആല കൗസർ എന്ന പേരുള്ള ഒരു നദി അല്ലാഹു തങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന വിവരം ആ ഹദീസൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജൽ, അതെ, സ്വർഗത്തിൽ അങ്ങനത്തെ ഒരു നദി അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. വഅർളുഹു യാഖൂത്തുൻ വമർജാൻ, ആ കൗസർ നിൽക്കുന്ന ഭൂമി സ്വർഗത്തിൽ ഏറ്റവും നല്ല ഭൂമിയാണ്. അതിൻ്റെ അടിയിൽ മുത്തും മാണിക്യവും പവിഴവും സബർജദിൻ വലുഉലു, നല്ല മുത്തും നല്ല വിലപിടിപ്പുള്ള രത്നങ്ങളൊക്കെയാണ് നദിയുടെ അടിയിൽ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. ഹൗദുൽ കൗസറിനെ വിശദീകരിച്ചു. അത് കുടിക്കുന്ന ആളുകളും സന്തോഷം കൊള്ളുന്ന ആളുകളൊക്കെ പറഞ്ഞു, അതെ, ഇത് പറഞ്ഞിടത്ത് തന്നെ നേരത്തെ ആട്ടിപ്പായിപ്പിക്കുന്ന ആളുകളെയും വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, വ്യത്യസ്ത രൂപത്തിൽ ഹൽ തദ്രി മാ അഹ്ദസു ബഅദക്, അല്ലെങ്കിൽ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്. അങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ നിന്ന് ചില ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോവാണ് മലക്കുകൾ. ഹൗദുൽ കൗസറിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി തങ്ങളിങ്ങനെ കാത്തിരിക്കാണ് ഹൗദിൽ നിന്ന് മുക്കിക്കൊടുക്കാൻ. അപ്പൊ ഇവരെ പിടിച്ചു മാറ്റിക്കൊണ്ടുപോകുമ്പോ അവരെന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളല്ലേ എന്ന് ചോദിക്കുമ്പോ അല്ലാന്ന് പറയുമ്പോ അതിന് മറുപടിയാ പറയുന്നത്, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, തങ്ങൾക്ക് ശേഷം അവർ ദീനിൽ പലതും പുതുതാക്കിയിട്ടുണ്ട്, അത് തങ്ങൾക്കറിയൂല നബിയെ. അത് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാര് പറഞ്ഞു, ഒന്നാമതായിട്ട് അതിൽ പെടുന്ന കക്ഷികൾ അൽ മുനാഫിഖൂന വൽ മുർത്തദ്ദൂൻ, മുനാഫിഖുകളും മുർത്തദ്ദുകളുമാണ്. മുർത്തദ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ദീന് വിട്ടുപോകുന്നവര്. കണ്ടില്ലേ നിങ്ങൾ, പലരും യുക്തിവാദത്തിന്റെ പേരിൽ, നിരീശ്വരവാദത്തിന്റെ പേരിൽ പുതിയ പലതും സ്വീകരിച്ചുകൊണ്ട് ദീന് വിട്ടുപോകുന്നു. പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. എത്ര ചെറുപ്പക്കാരാണ് അതിൽ കുടുങ്ങിയിരിക്കുന്നത്. ശരിയായ നിലക്ക് ഇൽമു പഠിക്കുന്നതിന് പകരം വിശുദ്ധ ദീനിനെ എതിർക്കുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം എതിർക്കാൻ പറ്റുമോ അതൊക്കെ എതിർക്കുക, അള്ളാഹുവിനെ ചോദ്യം ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യുക, അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളെ എതിർക്കുക. മുനാഫിഖുകളുടെ സ്വഭാവമുള്ളവരും മുർത്തദ്ദായ ആളുകളും അവരെയും ഇവരെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. പക്ഷേ മലക്കുകൾ പിടിച്ചു മാറ്റി കൊണ്ടുപോകുമ്പോ പിന്നവർക്ക് രക്ഷയില്ല.
മൊത്തത്തിൽ മുനാഫിഖുകളുടെ സ്വഭാവം സ്വീകരിക്കുന്ന ആളുകൾ അതിൽ പെടും. യഥാർത്ഥ മുനാഫിഖുകളുടെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കാനോ അംഗീകരിക്കാനോ കഴിയാത്തവരാണ് മുനാഫിഖുകൾ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖൂൻ എന്നൊരു സൂറത്ത് തന്നെയുണ്ട്. അതിൽ കാര്യമായിട്ട് പറയുന്ന അടയാളങ്ങളൊക്കെ അങ്ങനെയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിട്ട് നല്ല വർത്തമാനം പറയും, പക്ഷേ ഉള്ളിൽ ഒരംഗീകാരവും ഇല്ല. ചെറിയൊരു ബഹുമാനം പോലും ബഹുമാനിക്കാൻ കഴിയൂല. ചെറിയൊരു ബഹുമാനം പോലും. നിസ്കാരത്തിനും കാര്യങ്ങൾക്കൊക്കെ റെഡിയാണ്. മദീനയിലുണ്ടായിരുന്ന മുനാഫിഖീങ്ങളുടെ നേതാവല്ലേ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സലൂൽ എന്ന് പറഞ്ഞ ആള്. പേരെന്ത് നല്ല പേരാ നോക്കുകയാണെങ്കിൽ. ഉബയ്യ് എന്ന വാപ്പയുടെയും സലൂൽ എന്ന ഉമ്മയുടെയും മകൻ അബ്ദുല്ലാഹ്. അയാളെ ജമാഅത്തിനൊക്കെ എത്ര കറക്റ്റാന്നറിയോ? പക്ഷെ ഉള്ളിൽ മുത്തുനബി തങ്ങളോട് വല്ലാത്ത വിരോധാണ്. ഒരു സ്നേഹവുമില്ല, ബഹുമാനവുമില്ല. ആ സ്നേഹ ബഹുമാനം ഇല്ല എന്നതിൻ്റെ അടയാളം അയാളെ വാക്കിൽ നിന്ന് ബോധ്യപ്പെട്ടു. ഒരു യാത്ര പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇയാളെ കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകളോട് പറഞ്ഞു, സ്വകാര്യമായി പറഞ്ഞതാണ്, മദീനയിലെത്തട്ടെ ഈ പാവപ്പെട്ട ആൾക്കാരെ, ഈ സാധുക്കളെ, ഈ നിന്യന്മാരെ അല്ലെങ്കിൽ ഈ നീചന്മാരെ മദീനത്ത് നമ്മൾ ആട്ടി പുറത്താക്കുന്നു പറഞ്ഞു. അത് സ്വകാര്യം പറഞ്ഞത് അല്ലാഹു തആല പുറത്തു കൊണ്ടുവന്നു. കാരണം ആ സ്വകാര്യം പറഞ്ഞത് ആരെ പറ്റിയാ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അല്ലാഹു തആലക്ക് സഹിക്കൂല. അതുകൊണ്ട് അല്ലാഹു തആല അത് പുറത്തെത്തിച്ചു. അല്ലാഹു തആല പറഞ്ഞു, യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീന ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, നബിയെ, മദീനയിലേക്ക് തിരിച്ചെത്തട്ടെ, നമ്മൾ ഈ പ്രബല വിഭാഗം, ഈ അന്തസ്സുള്ള ആൾക്കാർ, നല്ല യശസ്സുള്ളവര്, ഈ സാധുക്കൾ മക്കത്തുനിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്തവരല്ലേ, ഇവരെ ആട്ടി പുറത്താക്കുന്നു. അവരെ പറ്റി പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ. നബിതങ്ങളെ പറ്റിയും സ്വഹാബത്തിനെ പറ്റിയും അതല്ല എന്നുള്ള വാക്ക്. ഏറ്റവും താഴ്ന്നവര്, നിന്യന്മാര്, നിസാരന്മാര്. ചുട്ട മറുപടി അള്ളാഹു കൊടുത്തത്, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. യഥാർത്ഥത്തിലുള്ള യശസ് അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. വലി റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിനുമാണ്. വലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്കുമാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. മുനാഫിഖുകൾ കാര്യം തിരിയാത്തവരാണ്, കഥയറിയാത്തവരാണ്, ഒരു ഇൽമും ഇല്ലാത്തവരാണ്. ഇങ്ങനൊരു ഭാഷ പ്രയോഗിച്ചു എന്ന് പറഞ്ഞപ്പോ കുടുംബക്കാരൊക്കെ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സലൂലിനോട് പറഞ്ഞത് മോശമായി പോയി. അള്ളാഹിന്റെ റസൂലിനെ പറ്റിയും സഹാബത്തിനെ പറ്റിയും അതല്ല എന്ന് പ്രയോഗിച്ചത് വളരെ മോശമായി. കാരണം അവരൊരിക്കലും താഴ്ന്നവരല്ല, മുന്തിയവരാണ്. അന്തസ്സും അഭിമാനവും ഉയർന്നവരാണ്. അവരെ പറ്റി എങ്ങനെ താഴ്ന്നവർ എന്ന് പറയുക? നിന്യന്മാര്, നിസാരന്മാരെന്നെങ്ങനെ പറയുക? അതുകൊണ്ട് നീ പോയി പൊരുത്തപ്പെടിക്കണം. നബി തങ്ങളോടൊന്ന് പോയിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി അള്ളാഹിനോട് എനിക്ക് വേണ്ടി ഒന്ന് പൊറുക്കലിനെ തേടണം എന്ന് പറയണമെന്ന് പറഞ്ഞതാണ്. അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സലൂൽ പറഞ്ഞു, നിങ്ങൾ എന്നോട് വിശ്വസിക്കാൻ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. ഇസ്ലാമിലൊക്കെ കാണുന്നപ്പോൾ ഞാൻ ഷഹാദത്തുൽ ഞാൻ വിശ്വസിച്ചു. നിസ്കരിക്കാൻ പറഞ്ഞു, ഞാൻ നിസ്കരിച്ചു. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, സക്കാത്ത് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നത് മുഹമ്മദിന് സുജൂദ് ചെയ്യണമെന്നാ, അതിനെന്നെ കിട്ടൂല. ഉണ്ടോ? നബിതങ്ങളടുത്ത് പോയിട്ട് അള്ളാഹുവിന്റെ ഹബീബെ എനിക്ക് വേണ്ടി ഒന്ന് പൊറുക്കലിനെ തേടണം, ഇസ്തഗ്ഫിർലി യാ റസൂലല്ലാഹ് എന്ന് പറയാൻ, അതിനെന്നെ കിട്ടൂല. അതല്ലേ ആൾക്കാർക്ക് നോക്ക് നിങ്ങൾ. അവര് നിസ്കരിക്കാനുണ്ട്, ബാക്കി എല്ലാ സംഗതികൾക്കും ഉണ്ട്. നബിതങ്ങളെ സ്ഥാനം, തങ്ങൾക്ക് സ്ഥാനവും ബഹുമാനവും ലഭിക്കുന്ന രീതിയിലുള്ള മൗലിദോ മദുഹോ അല്ലെങ്കിൽ തങ്ങളെ സിയാറത്തോ അതിലേക്കൊന്നുമില്ല. അതുപോലെ മാറി. ഇനി കൃത്യമായിട്ടൊരു സ്വലാത്താണെങ്കിൽ പോലും സ്വലാത്തിലേക്കൊന്നുമില്ല. ഇത് നമ്മളെ ഈ പുതിയ കാലത്ത് ഒരു ഫിറ്റായ സംഗതിയല്ല. അത് മാറി, മോഡലിന് യോജിക്കൂല എന്നുള്ള നിലക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാൻ കഴിയൂല എന്നർത്ഥം. അവരെ ഖൽബിൽ അങ്ങനെയാണ് പൊതുവെയുള്ള സ്വഭാവം. മുർത്തദ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് ദീനിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് വേറെ കാര്യത്തിലേക്ക് മാറിയ ആള്, വേറെ പ്രസ്ഥാനത്തിലേക്ക് വഴുതി വീണ ആള്. അതിലേറ്റവും കൂടുതൽ തഴച്ചു വളരുന്നതാണ് യുക്തിവാദം. ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയട്ടെ, സഹോദരങ്ങളോടും സഹോദരിമാരോടൊക്കെ, കേൾക്കാൻ ചിലപ്പോൾ നല്ല ഇമ്പുണ്ടാകും, നല്ല സന്തോഷം ഉണ്ടാകും യുക്തിവാദിയുടെയും മറ്റും ക്ലാസ്.
പക്ഷെ വിവരമില്ലാതെ അതും ഇതും കേട്ടിട്ട് ഉള്ള ഈമാനും തെറ്റിക്കരുത്, ഉള്ള ഈമാനും പോക്കിക്കളയരുത്. നല്ലോണം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം ആ ഭാഗം. ഈ മാറ്റപ്പെടുന്ന കൂട്ടരിൽ ഒരു വിഭാഗം അൽ മുനാഫിഖൂന വൽ മുർത്തദൂൻ. രണ്ടാമതായി പറയുന്നു, രണ്ടാമതായി ഉദ്ദേശിക്കപ്പെടുന്നത് മൻകാന ഫീ സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ജീവിച്ചു, തങ്ങളെ വഫാത്തിന് ശേഷം പിന്നീട് മുർത്തദ്ദായി. അങ്ങനെ ഉണ്ടായിരുന്നൊരു കൂട്ടര്. ആദ്യം തന്നെ അവർ എതിർത്ത വിഷയം സക്കാത്താണ്. നബിതങ്ങൾ പോയല്ലോ, ഇനി സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു ടീം ആദ്യം രംഗത്തെത്തിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് സക്കാത്ത് കൊടുത്ത് നിസ്കാരം നിർവഹിച്ച് അങ്ങനെ നടന്നിരുന്ന ആളുകൾ തങ്ങൾ വഫാത്തായ ഉടനെ തന്നെ നിയമം മാറ്റാൻ തുടങ്ങി. അതിനും അവർ ഓതുന്നത് ഖുർആന്റെ ആയത്താണ്. അത് പിന്നെ എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ഖുർആന്റെ ആയത്തല്ലേ എല്ലാവരും ഓതുന്നത്. അവർ ഓതുന്നു ഖുർആന്റെ ആയത്ത്, സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നുള്ളതിന് ഖുർആന്റെ ആയത്ത് തന്നെ ഓതുന്നത്. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. സക്കാത്ത് വാങ്ങാൻ പറഞ്ഞത് മുത്തുനബി തങ്ങളോടാണ്. തങ്ങൾ പോയില്ല, ഇനി വാങ്ങാൻ ആളില്ലല്ലോ, അതുകൊണ്ട് കൊടുക്കേണ്ടതില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാ. നിസ്കരിക്കാനുണ്ട്, സക്കാത്ത് കൊടുക്കാനില്ല, വിവേചനം കാണിക്കുന്ന ആളുകൾക്കിടയിൽ ഞാൻ യുദ്ധം ചെയ്യും. അങ്ങനെ മുർത്തദ്ദായ ഒറ്റ എണ്ണത്തിനെ വെച്ച് വെക്കൂല എന്ന് പറഞ്ഞു. അത് കുറെ ആൾക്കാർ നിയമം മാറ്റാൻ തുടങ്ങി തങ്ങളെ വഫാത്തിന് ശേഷം. പിന്നെ അവർക്കനുസരിച്ച് ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. ആ ടീമാണ് ഈ പിടിച്ചു മാറ്റുന്നത്. തങ്ങളെ കാലത്ത് തങ്ങൾക്ക് അവരെ കണ്ടു പരിചയമുണ്ട്. അവർ നേർക്കേറെ നിസ്കരിച്ചിരുന്ന മറ്റു ആൾക്കാരാണല്ലോ. എന്താപ്പം മലക്കുകൾ അവരെ മാറ്റിക്കൊണ്ടുപോകുന്നത്? നബിയെ ഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക്. തങ്ങളെ കാലശേഷം ഇവർ പലതും പുതുതാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നുള്ള നിയമം. അത് വെച്ച് പറഞ്ഞത് ഈ ടീമാണ്. ഇവരെ കൊണ്ടുപോകല്ലത് എന്താ ചെയ്യുന്നത്? മൂന്നാമത് പറയുന്നൊരു കക്ഷികൾ അൽനൽ മുറാദ ബിഹി അസ്ഹാബുൽ മആസി വൽ കബായിർ. സഹോദരങ്ങളെ, പെട്ടുപോകരുത്. കുറ്റകൃത്യങ്ങളിലായി ജീവിച്ച് വൻദോഷങ്ങളിലായി ജീവിച്ചിട്ട് അങ്ങനെ മരിച്ചുപോയ ആളുകളാണ്. വസ്ഹാബുൽ ബിദഇ അല്ലദീന ലം യഖ്റുജു ബിബിദഅതിഹിം അനിൽ ഇസ്ലാം. ബിദഅത്ത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് വിട്ട് കാഫിറായിട്ടില്ല. പക്ഷേ ചില്ലറ ബിദഅത്തുകളൊക്കെ ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. നിലനിൽക്കുന്ന ബിദഅത്തിൽ പലതും ഉണ്ട്. ഒന്നാണ്, നിങ്ങൾ നോക്ക്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിട്ടാ തങ്ങൾ നിസ്കരിച്ചിരുന്നത്. തങ്ങൾ ഖുനൂത്ത് ഓതി നിസ്കരിച്ചിരുന്നു. അതുകൊണ്ടല്ലേ ഇമാമുകളൊക്കെ അത് സുന്നത്താണ് എന്ന് രേഖപ്പെടുത്തിയത്. ഖുനൂത്ത് ഓതിയിട്ട് തങ്ങൾ നിസ്കരിച്ചു എന്നുള്ളത് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പക്ഷേ നിങ്ങൾ നോക്കൊരു പുതിയ നിസ്കാരം ഉണ്ടാക്കി, ഖുനൂത്തില്ലാത്ത നിസ്കാരം. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതി. സ്വഹാബത്തും തങ്ങളെ കാലത്ത് വിവിധ സ്ഥലങ്ങളിൽ ഖുതുബ ഓതി അറബിയിൽ. ഇന്നും മക്കയിലും മദീനയിലും അങ്ങനെ തന്നെ. അന്നും വിവിധ ഭാഷക്കാർ മക്കയിലും മദീനയിലും എത്തിയിട്ടുണ്ട്. അവരും ശ്രവിച്ചത് അറബിയിലെ ഖുതുബയാണ്. മാറ്റം വരുത്തി ഭാഷകൾക്ക് മാറ്റിയിട്ട് പ്രസംഗിക്കുന്നത് പോലെ ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ ഖുതുബ പരിഷ്കരിച്ചു. മക്കയിലും മദീനയിലും ഇന്ന് ഹജ്ജിന് കൂടുന്ന ആളുകൾ എല്ലാവരും അറബികളാണോ? അല്ല. ഏതെല്ലാം ഭാഷക്കാരുണ്ട്? അന്നും ഉണ്ട്. ഹബശയിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, പേർഷ്യയിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, റോമിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, വിവിധ ഭാഷ സംസാരിക്കുന്നവരുണ്ട്. എല്ലാവരും കേൾക്കുന്നത് ഒരേ ഭാഷയിലെ ഖുതുബയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുന്നിൽ ഓതുന്നത് അറബിയിലെ ഖുതുബയാണ്. സ്വഹാബത്തും ഓതിയത് അങ്ങനെയാണ്. പരിഷ്കരിച്ചു, മാറ്റം വരുത്തി. അങ്ങനെ പലതും ഒന്നും രണ്ടും മൂന്നും അല്ല. ബിദഅത്ത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. പക്ഷേ ചില ബിദഅത്തൊക്കെ അവർ സ്വീകരിച്ചു. അവരും ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് ഉലമാ വിശദീകരിക്കുന്നു. പണ്ഡിതന്മാരുടെ വിശദീകരണം, വ്യാഖ്യാനം നമ്മൾ വായിക്കുന്നത് നമ്മളെ വകയല്ല. ഇമാം നബി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിൽ വ്യാഖ്യാനിച്ച വ്യാഖ്യാനമാണിത്. അപ്പൊ കബീറത്ത് ചെയ്യുന്നവരിൽ പെട്ടുപോകരുത്. നിത്യേന വൻകുറ്റം ചെയ്യുന്ന ആള്, ഒരു വൻകുറ്റം ചെയ്തിട്ട് അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാത്ത ആളെ പേരെന്താ മോനെ? ഒറ്റ വൻകുറ്റം ചെയ്തു, ഒറ്റ ഒന്ന്,
പക്ഷെ അതിന് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല. അവന്റെ പേരെന്താ? അവന്റെ പേരാണ് ഫാസിഖ്. എന്താ പേര്? ഫാസിഖ്. ഒരു വൻകുറ്റം ചെയ്തു, അതിൽ നിന്ന് തൗബ ചെയ്ത് ഇതുവരെ മടങ്ങിയിട്ടില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പലതുകൊണ്ടും അല്ലാഹു തആല പുറത്തോടുന്നോ. വൻകുറ്റം പൊറുക്കണമെങ്കിൽ എന്ത് തന്നെ വേണം? തൗബ വേണം. ഉദാഹരണം വേണ്ടത്, കാരണമില്ലാതെ ഒരു നിസ്കാരം പിന്തിച്ചു. വൻകുറ്റം ഒന്നേ. ഇഷ്ടം പോലെ എണ്ണാണ്ട് വൻകുറ്റങ്ങൾ എണ്ണാണെങ്കിൽ 1, 2, 3, 4, 10 അല്ല. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വഹിയ ഇല 700 അഖ്റബ്, 700ഓളം വൻകുറ്റമുണ്ട് എന്നാണ്. ഒരു കിതാബിൽ തന്നെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ 500 വൻകുറ്റങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ദീന് പഠിപ്പിച്ച കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ നിസ്കാരം പിന്തിച്ചു. ഒരു നിസ്കാരം അങ്ങനെ പിന്തിപ്പോയോ, ആ നിസ്കാരം വീട്ടിയിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. ഇനി മേലാൽ സംഭവിക്കൂല റബ്ബേ. തൗബ ചെയ്ത് മടങ്ങണം, യഥാർത്ഥത്തിലുള്ള തൗബ. അപ്പൊ ഇടക്കിടക്ക് ഈ പ്രവർത്തനം അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആള് എപ്പോഴും വൻകുറ്റത്തിലല്ലേ അയാൾ ജീവിക്കുന്നത്. അയാളും പറഞ്ഞതിൽ പെട്ടുമില്ലേ? വൻകുറ്റങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട്, എന്റെ വക പറഞ്ഞതല്ല, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ് ഫാസിഖിന്റെ നിർവചനം പറഞ്ഞത്. മനിർതകബ ദംബൻ അളീമൻ വലം യതുബ് മിൻഹു, വൻപാപം ചെയ്തിട്ട് തൗബ ചെയ്ത് മടങ്ങാത്തവൻ ഫാസിഖാണ്. ബിദ്അത്തുകാരനോട് സലാം പറയാൻ പറ്റാത്തതുപോലെ ഫാസിഖിനോടും സലാം പറയാൻ പറ്റൂല. ബിദ്അത്തുകാരനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റാത്തതുപോലെ ഫാസിഖിനെയും തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. ബിദ്അത്തുകാരനെ രോഗം സന്ദർശിക്കാൻ പറ്റാത്തതുപോലെ ഫാസിഖിന്റെയും രോഗം സന്ദർശിക്കാൻ പറ്റൂല. ബിദ്അത്തുകാരനോടുള്ള വിവേചനം ഫാസിഖിനോടും ഉണ്ട്. ഫാസിഖും വലിയ കട്ടിയും കനവുള്ള സംഗതിയാണ്. അസ്ഹാബുൽ കബായിരി വൽ മആസി, കുറ്റകൃത്യങ്ങളിലായി ജീവിക്കുന്ന ആളുകൾ, ചെറുദോഷങ്ങൾ നിത്യേന ചെയ്യുന്നവരും ഫാസിഖാണ്. വൻകുറ്റം മാത്രമല്ല, നിത്യേന ചെറുദോഷം ചെയ്യുന്ന ആള്, അയാളും ഫാസിഖാണ്. എന്നും ഒരു ഗീബത്തെങ്കിലും പറയാത്ത ദിവസം മുന്നോട്ട് പോകാൻ കഴിയൂല. എന്നും ഒന്നെങ്കിലും ഓരോ ദിവസം ഉണ്ട്. ചില ദിവസം 2, ചില ദിവസം 3, ചില ദിവസം ആളെ തോനെ കിട്ടുമ്പോൾ വർത്തമാനം കുറെ ഏറുമ്പോൾ, കുറെ മെസ്സേജ് അയക്കുമ്പോൾ, കുറെ നേരം വർത്തമാനം പറയാൻ കിട്ടുമ്പോൾ കുറെ ഗീബത്ത്. ഗീബത്തില്ലാത്തൊരു ദിവസം കൂട്ടിയൊക്കെയാണ്. ഗീബത്ത് ചെറുദോഷങ്ങളിൽ എണ്ണിയത് ഒരു ഭാഗ്യമായിട്ട് കുട്ടികൾ, അതുങ്ങളെ സന്തോഷങ്ങളിലാണ് ആകെ പോയിരുന്ന കാര്യം. എന്നും ഒരു ടൈം കിട്ടിയാൽ മതി, ഒരു ചായയും കടിയും കിട്ടിയാൽ മതി. അതിൻ്റെ കൂടെ ദഹിക്കാത്തതും ഉള്ളു ചേരും, ദഹിക്കുന്നതിൻ്റെ കൂടെ. മഹാന്മാരായ ആളുകളൊക്കെ അങ്ങനെ വല്ല കഥയും വല്ല വർത്തമാനവും കേട്ടാൽ, ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ച് മഹാനവറുകൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തുപുറത്ത് ഇരിക്കുന്ന ആള് ഏതോ ഒരാളെ പറ്റി ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞങ്ങളെ നാട്ടിലൊക്കെ സാധാരണ ഭക്ഷണത്തിന്റെ കൂടെയാണ് ഇറച്ചി കഴിക്കല്, നിങ്ങളെ നാട്ടിലൊക്കെ ആദ്യം തന്നെ ഇറച്ചി കഴിക്കുന്നതിനോട് ഞാൻ പോവുകയാണ്, പേടിയാണ് നിങ്ങളെന്ന് പറഞ്ഞു. പോകുക, ഞങ്ങളെ നാട്ടിലൊക്കെ സാധാരണ പത്തിരി റൊട്ടി ഇങ്ങനെ പലതൂട്ട് അതിലേക്ക് ഇറച്ചി അങ്ങനെയല്ലേ കഴിക്കല്, അങ്ങനെയാണ് സാധാരണ കഴിക്കല്. നിങ്ങളെ നാട്ടിലൊന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ ഇറച്ചിയാ തിന്നണത്, ആദ്യം തന്നെ ഇറച്ചി. അതാണ് ഗീബത്ത്. അതുകൊണ്ട് ഞാൻ പോവുകയാണ്, നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഞാനില്ല. അതേ പരുവത്തിലാണ് പലയിടത്തും. എന്തിനാ ഒരുമിച്ച് കൂടിയത്? ഇക്റും സ്വലാത്തും ചെല്ലാൻ. പക്ഷെ അത് സപ്ലൈ ആണ് ആദ്യം തന്നെ ചെയ്യുന്നത് അല്ലേ? വന്നവര് വരാത്തവരെ ചർച്ച, വന്നതൊക്കെ അവർക്ക് കൊടുക്കുക, അവന് ഒരു രക്ഷപ്പെടുമല്ലോ. സൂക്ഷിക്കണം, കഴിവിന്റെ പരമാവധി സൂക്ഷിക്കണം. ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് മഹാനവറുകൾ അവസാനം പറഞ്ഞു, വഖാലൽ ഇമാം അൽ ഹാഫിൾ അബൂ അംദിൻ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കുല്ലു മൻ അഹ്ദസ ഫിദ്ദീൻ, ദീനിൽ ആരെല്ലാം പരിഷ്കരണം വരുത്തിയോ, ഫഹുവ മിനൽ മത്റൂദീന അനിൽ ഹൗലി, ഹൗലിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരാണ്. എന്റെ വാക്കല്ല, ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ള പറയാണ്, ദീനിൽ പരിഷ്കാരം കൊണ്ടുവന്നവർ, ദീനിൽ പുത്തനാശയം കൊണ്ടുവന്നവർ ഹൗലിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരാണ്. ഉദാഹരണം പറഞ്ഞു, കൽ ഖവാരിജി, ഖവാരിജിനെ പോലെ, റവാഫിലി, റവാഫിലിനെ പോലെ. 2 കക്ഷികളാണ് സഹോദരങ്ങളെ, ബിദ്അത്തിന്റെ 2 കക്ഷികളാണ്. ബിദ്അത്തുകാർ ഏറ്റവും അധികം ഉള്ള പ്രസ്ഥാനം ഷിഇയ്യത്താണ്, ഷിയാക്കൾ എന്ന് പറയും. കേട്ടില്ലേ ഷിയാക്കൾ? ഷിയാക്കൾ. അതിലെന്തെല്ലാം ഉണ്ട് അറിയാം.
ഓരോ വിശ്വാസം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിരിച്ചു പോകും. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോ? ഒരു കൂട്ടം ആൾക്കാർ വിശ്വാസം ശരിക്കും യഥാർത്ഥത്തിൽ റസൂലാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു എന്നാണ് ഓല് പറയുന്നത്. അങ്ങനെ ഒരു ടീം 35-ലധികം വിഭാഗമുണ്ട്. ഷിഈയ്യത്ത് ഒന്നും രണ്ടും അല്ല. ഒരു വിഭാഗത്തിന്റെ വിശ്വാസം അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ റസൂലാകേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല, അലി റളിയല്ലാഹു അൻഹു. മാറിപ്പോയതാണ്. എന്താ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോലും മാറുന്നതാ? റിസാലത്ത് റസൂലാകുക എന്നുള്ള അള്ളാഹു നിശ്ചയിക്കുന്നതല്ലേ, ജനങ്ങൾ സെലക്ട് ചെയ്യുന്നതല്ലല്ലോ റസൂൽ എന്ന് പറഞ്ഞത്. ആളുകളെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ആളാ റസൂല്? അല്ലല്ല, അത് അള്ളാഹു ആണ് തീരുമാനിക്കുന്നത്. അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത. ആരെ റസൂലാക്കണം എന്നത് ജനങ്ങൾക്കിടയിലുള്ള തീരുമാനമല്ല, അള്ളാഹുവിന്റെ നിശ്ചയമാണ്. വേറൊരു കൂട്ടം ആൾക്കാർ പറഞ്ഞു ഒന്നാം ഖലീഫ ആകേണ്ട ആള് അലി റളിയല്ലാഹു അൻഹു ആണ്. അതെങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയതെന്നുള്ള അറിയില്ല. അങ്ങനെ ഒരു കൂട്ടൻ ഉണ്ടോ? പേച്ചു പോയിട്ട് ഏതെല്ലാം ടീമാണ് ഉണ്ടായിരുന്നത്. അലി റളിയല്ലാഹുവിനെ പറ്റി ചില ആളുകൾ അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലാണ് എന്നൊക്കെ വാദിക്കുന്ന ആൾക്കാരെ കേട്ടപ്പോ ദേഷ്യം പിടിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു കുറച്ചു കൂട്ടം ആൾക്കാരെ കരിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു, ശിക്ഷ എന്നുള്ള നിലക്ക്. അവരെങ്ങനെ അങ്ങനെ വാദിക്കല്? അപ്പൊ ഒരു പുതിയ ടീം ഉണ്ടായി. അവര് പറഞ്ഞു അലി റളിയല്ലാഹുവിനെ പറ്റി അങ്ങനെയല്ല പറയണ്ടേ, അലിയാർ അള്ളയാണ് എന്ന് പറഞ്ഞു. കാരണം തീ കൊണ്ട് ശിക്ഷിക്കാൻ അധികാരമുള്ള ആള് അല്ലാഹു തആലല്ലേ. അലി റളിയല്ലാഹു അൻഹു അള്ളയാണ്. ഒരു പുതിയ വിഭാഗം പിന്നെ വേറുണ്ടായി. നിങ്ങൾ നോക്ക്, വിദേശത്ത് പോയാൽ ചില പള്ളിയിൽ നിന്നൊക്കെ അങ്ങനെ വാങ്ങു കേൾക്കാം. നമ്മളെ നാട്ടിലേക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞാൽ പിന്നെന്താ പറയല്? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നല്ലേ, പിന്നെ ഹയ്യ അലൽ സ്വലാ എന്നല്ലേ. ഇവിടെ അങ്ങനെ വാങ്ങി കൊടുക്കല് മാറ്റണ്ടോ? ഇല്ല. വിദേശത്ത് ചില സ്ഥലത്ത് പോയാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് കാണാം അഷ്ഹദു അന്ന അലി വലിയുല്ലാഹ് എന്ന് കേൾക്കും. ചില സ്ഥലത്ത് അഷ്ഹദു അന്ന അലി റസൂലുള്ളാഹ്. രണ്ടും ഞാൻ കേട്ടിട്ടുണ്ട് പള്ളിയിൽ. അവര് നിസ്കരിക്കുന്ന ഒന്നുണ്ടാക്കിയിട്ട് ഇതൊക്കെ ദീനിൽ ഓരോ പരിഷ്കാരം കൊണ്ടുവരുന്ന ഓരോ ടീമാണ്. എന്തെല്ലാം ആശയങ്ങളാണെന്നറിയും. ചില കൂട്ടം ആൾക്കാരെ കാണാം, അവർ കല്ലുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ്. എപ്പോഴും അവരുടെ കയ്യിൽ കല്ലുണ്ടാവും, കണ്ടുണ്ടാവും, കല്ലുണ്ടാവും. കല്ല് വെച്ചിട്ട് സുജൂദയുള്ളൂ. അങ്ങനെ ഭൂമി മൊത്തം രക്തമാണല്ലോ. ഇവിടൊക്കെ രക്തം ഉണ്ടെന്നാണ്, എല്ലായിടത്തും രക്തമാണ്. അവിടെ കല്ല് വെച്ചിട്ട് സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കല്ല് കീശയിലും വെച്ച് നടക്കുകയാണ്. ഏതെല്ലാം ടീം, ഏതെല്ലാം പിഴച്ച വിഭാഗം. സ്വർഗത്തിൽ അങ്ങോട്ട് പോകാൻ അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന ഒരു പാനീയം, വിശുദ്ധമായ പാനീയമാണ് കൗസർ. അതിലൊക്കെ ആ കൂട്ടത്തിലൊക്കെ പെട്ട് കിട്ടുന്ന മെമ്പർഷിപ്പുള്ള ആളുകളായിട്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. കബീറത്തുമായിട്ട് നടക്കണ്ട. വൻകുറ്റം, നല്ല രസമുള്ള വൻകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നല്ല മോഡലൊക്കെ ഉള്ള, അതേറ്റവും ഇങ്ങനെ നടക്കണ്ട. സ്വർഗത്തിന്റെ മണം പോലും കിട്ടാത്ത വൻകുറ്റങ്ങളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എത്ര പറഞ്ഞാലും ചിലപ്പോ ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. അവന് വയസ്സറിയിക്കാനും ബോധമുണ്ടാകാനും ആഖിറം ചിന്തിക്കാനും മരണം ഓർക്കാനും ഖബർ ഓർക്കാനും ഒക്കെ അവന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയൊരു അടയാളമാണ്, ഒരു മുന്നറിയിപ്പുകാരനാണ്. അവന്റെ ജീവിതത്തിൽ വരുന്ന അവന്റെ മുടിയുടെയും താടിയുടെയും ഒക്കെ കളറ് മാറ്റം, അതിന് വെള്ളമാറ്റം വരുമ്പോൾ, നരബാധിക്കുമ്പോൾ കറുപ്പടിക്കരുത്, കറുപ്പ് തേക്കരുത്. ഗൗരവം പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന്റെ മണം പോലും ലഭിക്കൂല. വൻകുറ്റമാണ്, ചെറുദോഷമല്ല. ഒരൊറ്റ പ്രാവശ്യം സംഭവിച്ചു പോയോ തൗബയില്ലാതെ അല്ലാഹു പൊറുക്കൂല. വൻകുറ്റമാണത്. സഹോദരങ്ങളെ, അവിടെ സുന്നത്താണ് മൈലാഞ്ചി തേക്കുന്നത്. എന്റെ സഹോദരിമാരോട്, ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട് പറയട്ടെ, ഇപ്പൊ ചില ആളുകൾക്ക് ചില സ്വഭാവമുണ്ട്. എന്താണെന്നറിയോ? കറുത്ത മുടിക്ക് തന്നെ വെള്ള കളറും മറ്റു കളറും കൊടുക്കുക. അങ്ങനെയുണ്ട് ചില കൂട്ടരിപ്പോ. പുതിയൊരു മോഡലാണ്, അത് വേറെ മോഡലാണ്. നേരെ വാദിച്ചിട്ട് ഇങ്ങനെ ചുവപ്പ് മൈലാഞ്ചി തേക്കാന്നുള്ള സുന്നത്താണ്. ഇത് ഇമാമിയങ്ങളും താബിയങ്ങളും സ്വഹാബിമാരൊക്കെ ചെയ്തതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ മൈലാഞ്ചി തേച്ചിരുന്നൊക്കെ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. മൈലാഞ്ചി തേച്ചിരുന്നൊക്കെ പല മഹാന്മാർ ചെയ്തത് സുന്നത്താണ് സംഗതി. പക്ഷെ അതിന് പകരം നേരെ കറുപ്പടിച്ച് വീശരുത്. സംഗതി എത്ര കണ്ടാലും മൂപ്പരെ ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും മറ്റൊക്കെ നോക്കുമ്പോൾ മൂപ്പർക്ക് എങ്ങനെയും ഒരു 65, 75, 70 ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു 18ന്റെ പ്രായത്തിലുള്ളത്. എത്ര ആയാലും മൂപ്പർക്ക് 18 ആവുള്ളൂ. 18 എന്നാണ് മാറൂല.
ആളുകൾക്ക് എത്ര ചേഞ്ച് വന്നാലും മൂപ്പർക്ക് എപ്പോഴും 18. എന്താ 18? അല്ലടാ അടിച്ച് റെഡിയാക്കല്ലേ. വൻകുറ്റമാണ്. വെളുത്ത താടിന്റെ കളറ് മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കൂട്ടത്തിൽ തന്നെ തങ്ങൾ പറഞ്ഞു, വജ്തനിബു സവാദ്, കറുപ്പടിക്കരുത്, കറുപ്പ് തേക്കരുത്. ഇന്ന് പോയി ഇരുന്ന് കൊടുത്താൽ മതി, കാശ് കൊടുത്തിട്ട് പോരാനല്ല, എല്ലാ സ്ഥലത്തും അത് റെഡിയല്ലേ. ആള് കാണാത്ത നേരം നോക്കി പോയാൽ മതി, അപ്പൊ പിന്നെ പടച്ചോലും കാണൂലല്ലോ. നാട്ടുകാർ കാണാത്ത നേരം നോക്കിയിട്ട് പോവുക, അപ്പൊ പിന്നെ അള്ളാഹു തആല കാണും, അള്ളാഹ്ക്ക് ലീവല്ലേ. എന്താ നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥ? ഉമ്മമാരിലും ഉണ്ട്, സഹോദരന്മാരിലും ഉണ്ട്. ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ. കാലാവധി നീണ്ടു കിട്ടുന്നതിലേക്ക് വെള്ളം ചേരാത്തതുണ്ട്. അപ്പോൾ പിന്നെ ജനാബത്ത് ഉയരാത്ത പ്രശ്നം വരും. ഒരു പാകത്തിനെത്തിക്കഴിഞ്ഞാലും മുടി വലുതായി കഴിഞ്ഞാലും മുടി വെട്ടണം, അല്ലേ? അല്ലേ? ലൗലാ തൂല് ജുമ്മത്തിഹി വ ഇസ്ബാലു ഇസാരിഹി, ഈ പെരടിന്റെ ഈ ഭാഗല്ലേ, ഇവിടെ വരെ എത്തുമ്പോൾ ഇനി അങ്ങോട്ട് ഇറങ്ങാത്ത രൂപത്തിൽ മുടി എന്താകണം? ചെവിക്കുറ്റിന്ന് ഇങ്ങോട്ട് ഇറങ്ങാത്ത രൂപത്തിൽ മുടി വെട്ടണം. മുടി ഇങ്ങനെ. അപ്പൊ പിന്നെ കുറെ ആൾക്കാർ മുടി ഇങ്ങനെ പെണ്ണിനെ പോലെ മുടി തൂക്കിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ മുടി ഇങ്ങനെ തൂക്കിട്ട് പെരടിയിലേക്ക് മുടി. പിന്നിൽ നോക്കിയാൽ പെണ്ണ്, മുന്നിൽ നോക്കിയാൽ ആണ്. ആ കോലമാണ് സ്വീകരിക്കരുത്. അത് താൻ തോന്നിയുള്ള സ്വഭാവമാണ്. പെണ്ണ് ആണിനെ പോലെ മുടി വെട്ടി ചെറുതാക്കരുത്. അങ്ങനെയുണ്ടൊരു ടീം. ആണിനെ പോലെ മുടി വെട്ടി ചെറുതാക്കിയിട്ട് മുടി ഇങ്ങോട്ട് റെഡിയാക്കിയിട്ട് കണ്ടാൽ തോന്നും അത് ആണാണ്. പക്ഷെ പിന്നെ മുഖം കണ്ടാൽ മനസ്സിലാവും അത് ആണല്ല, പെണ്ണാണ്. ആ രൂപത്തിൽ മുടി വെട്ടി ചെറുതാക്കരുത്. അതുകൊണ്ടല്ലേ ഹജ്ജിനും ഉംറക്കും പോകുന്ന പെണ്ണുങ്ങളോട് വരെ മുണ്ടനം ചെയ്യാൻ പാടില്ല. ഹജ്ജ് ഉംറ കഴിഞ്ഞു വരുന്ന പുരുഷന്മാരാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് തഹല്ലുലാകാൻ മുടി കളയൽ സുന്നത്തുണ്ട്. പക്ഷെ പെണ്ണിനോട് മുടി കളയാൻ പാടില്ല. മുടി വെട്ടാൻ വേണ്ടി 2 or 3 മുടിയുടെ ഒരു കഷ്ണം വെട്ടി തഹല്ലുൽ സ്വീകരിക്കണം. വടിക്കാൻ പാടില്ല. പെണ്ണിന്റെ ആകൃതി നിലനിർത്താനാണ്. ആണ് പെണ്ണിന്റെ കോലവും പെണ്ണ് ആണിന്റെ കോലവും ചമയരുത്. ചില ആളുകൾ നോക്കുന്ന പോലെ താന്തോന്നിത്വം നോക്ക് നിങ്ങൾ. നല്ല വിലപിടിപ്പിൽ 1000 രൂപക്ക് പാൻറ് വാങ്ങുന്നു. പക്ഷെ പാൻറ് വാങ്ങിയിട്ട് എന്താ കാര്യം? ആ പാൻറ് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഊരന്റെ തായോട്ട് മുട്ടുംകാലിന്റെ മേപ്പെട്ട് മേൽപോട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ശരീരത്തിന്റെ കളറ് കാണിക്കുന്ന രൂപത്തിൽ 2 or 3 വരകൾ. അപ്പൊ അറിയാം ഉള്ളിലുള്ള കളറ്. ആ ഇറച്ചിക്ക് നല്ല കളറുണ്ട്, അവന്റെ കാലിന് നല്ല കളറുണ്ട്. ഒന്നിനും അത് പറ്റൂല. നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. ഏതെങ്കിലും സദസ്സ് പോയി ഇരിക്കാൻ പറ്റുമോ? ഒന്നിനും പറ്റൂല. ആളുകൾ കണ്ടാ വിചാരിക്കും ഇവന്റെ പാൻറ് ആരോ വർക്കത്തിന് കീറിക്കൊണ്ടേതാണ്. മേൽഭാഗത്ത് കീറിയിട്ട് ഒരു താന്തോന്നിയുടെ സ്വഭാവം സ്വീകരിക്കുക. പ്രായപൂർത്തിയും പക്വതയുള്ള ആളെങ്ങനെ ജനങ്ങൾക്കിടയിലും ആളുകൾ നടക്കുന്ന വീട്ടിലും അന്യ പെണ്ണുങ്ങളും മറ്റൊക്കെ ഉള്ള വീട്ടില് നിക്കർ ധരിച്ചെങ്ങനെ പുരുഷന്മാർ നടക്കല്? അപ്പൊ നോക്കണം നിങ്ങൾ. ബൈക്കൊക്കെ ഓട്ടിക്കൊണ്ടുപോകണം, ഒരു പ്രശ്നവുമില്ല. മതത്തിനോടുള്ളൊരു വെല്ലുവിളിയാണ്. നമ്മളോലെ പിടിച്ചു കെട്ടാനൊന്നുമില്ല. പ്രായപൂർത്തി എത്തിയ ആള് അവന്റെ മുട്ടിൻകാല് വരെ മറക്കണ്ടേ നിർബന്ധമായുള്ള ഭാഗങ്ങൾ. എന്നിട്ടെങ്ങനെ ചെറിയ നിക്കർ ഇട്ടിട്ട് അങ്ങാടിയിൽ പോകുക, സൂപ്പർ മാർക്കറ്റ് പോവുക, ജനങ്ങൾക്കിടയിലൂടെ നടന്നു പോകുക, ഒരു പ്രശ്നവുമില്ല. ഏതെങ്കിലും ആൾ വീട്ടിലേക്ക് വരുമ്പോൾ, മുമ്പൊക്കെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ഉള്ളിൽ നിൽക്കുന്ന ആള് എന്തെങ്കിലും ഒരു കുപ്പായം ധരിച്ചിട്ടില്ലെങ്കിൽ ഒരു കുപ്പായൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ടെങ്കിലും മറിച്ചിട്ടിട്ടാ പുറത്തേക്ക് വരരുത്. ഇപ്പൊ ബെല്ലടിച്ചുമ്പോൾ ആള് തുറന്നു വരുമ്പോൾ നിൽക്കുന്ന ആൾക്ക് കണ്ണു പൊത്താൻ തോന്നാണ്. കാരണം ഇയാളൊരു ഷെഡിട്ടിട്ടാ വന്നിരിക്കുന്നത്. 10, 25, 35 വയസ്സുള്ള ആൾ പുറത്ത് വന്നിരിക്കുന്ന ആരാ ബെല്ലടിച്ച് നോക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്? എങ്ങനെയാണ് ബെല്ലടിച്ചൊക്കെ തിരിച്ചു പോകാൻ അതൊന്ന് സലാം പറഞ്ഞിട്ട്. ഇത്രയും അവന്റെ കുട്ടികളും അവന്റെ കുട്ടികളൊക്കെ ആയി 2, 3 മക്കളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളെ സ്വഭാവം ഇങ്ങനെ ഒരു താന്തോന്നിയുടെ സ്വഭാവം. സഹോദര, അത് കുളിക്കുന്ന റൂമിലൊക്കെ വേണമെങ്കിൽ തണുപ്പ് കൊള്ളാൻ വേണ്ടി അങ്ങനെ ചെയ്തോ. അവിടെയും ഉത്തമം ഫുള്ള് കഴിവിന്റെ പരമാവധി ഔറത്ത് മറക്കല. അതിനുള്ള പാകത്തിനുള്ള മുണ്ട് ധരിക്കലാണ് സുന്നത്ത്. എന്നിട്ട് പുറത്തിങ്ങനെ ഓപ്പണായിട്ട് വാഹനത്തിൽ അങ്ങനെ തന്നെ സഞ്ചരിക്കാണ്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ആ രീതി സ്വീകരിക്കരുത്. കല്യാണങ്ങളിലൊക്കെ വരുന്ന ആളുകൾക്ക് സപ്ലൈ ചെയ്യണം. ഭക്ഷണം കഴിക്കാതെ പോകാൻ ആരാ സപ്ലൈ ചെയ്യണത്? ഈ നിക്കർ ധരിച്ച, ഈ ഷെഡി ധരിച്ച ആളാണ് അവിടെ സപ്ലൈ ചെയ്യണത്. അവർത്തും അങ്ങനെ വെളിവാക്കിക്കൊണ്ട് നടക്കാൻ പറ്റുമോ? അവർത്ത് മറക്കേണ്ടതല്ലേ? മറ്റേത് ഹറാമല്ലേ? അതിനൊരു വിഷയം തന്നെ അല്ല. അങ്ങനെ തന്നെ നേരിട്ട് പോയിട്ട് ഉപ്പാനോട് സംസാരിക്കണോ ഉമ്മാനോട് സംസാരിക്കണോ ഒക്കെ അങ്ങനെ തന്നെ.
ഏത് ചെറിയ കുട്ടികൾ ഇടുന്ന ഈ ഡ്രസ്സ്, ആരാണത് ഇട്ട് നിൽക്കുന്ന ആളാരാ? അവന് 2 കുട്ടികളായിട്ടുണ്ട്, ഇപ്പോഴും അവനത് ഇട്ടാ നടക്കുന്നത്. അതൊരു താന്തോന്നിത്തരാണ്. ആ സ്വഭാവത്തിലേക്ക് നീങ്ങരുത്. സഹോദരിമാരോടും സഹോദരങ്ങളൊക്കെ ഞാൻ പറയാണ്, ഈ ഒരു താന്തോന്നിത്തരത്തിൽ കൂടെ കളിച്ചിട്ട് ഹൗലിൽ നിന്ന് നമ്മളെ തടയപ്പെടരുത്. മഹാനവറുകൾ അവസാനം പറഞ്ഞു, വകദാലികൽ ളലമത്തുൽ മുസ്രിഫൂന ഫിൽ ജൗർ, അക്രമത്തിന് വേണ്ടി അക്രമികളായി നടക്കുന്ന ആളുകളും ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ്. വതംസിൽ ഹഖി, സത്യം സ്വീകരിക്കൂല, സത്യം അവഗണിക്കും. ഏതൊരാള് സത്യം പറഞ്ഞാലും ആ സത്യം സ്വീകരിക്കൂല, തള്ളിക്കളയും. അങ്ങനെ അക്രമം ചെയ്ത് ജീവിക്കുന്ന ആളുകളും ഇതേപോലെ തന്നെയാണ്. വൽമുഅ്ലിനൂന ബിൽ കബായിരി, വൻദോഷങ്ങൾ പരസ്യമായി ചെയ്യുന്നവർ, വൻകുറ്റങ്ങൾ പരസ്യമായി ചെയ്യുന്നവർ. അല്ലടാ നമ്മൾ നിസ്കരിക്കണ്ടേ, മുസ്ലിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോ അതിനൊക്കെ ഒരു പ്രായം എത്തട്ടെ, അപ്പൊ നിസ്കരിക്കാന്നാണ് പറയുന്നത്. വൻകുറ്റങ്ങൾ പരസ്യമാക്കുന്നവർ ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വകുല്ലു ഹൗലാഇ, ഈ പറഞ്ഞ വിഭാഗങ്ങളൊക്കെ ദീനിൽ പരിഷ്കാരം വരുത്തിയവർ, താന്തോന്നികളായി ജീവിക്കുന്നവർ, മതത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കാതെ അക്രമികളായി നടക്കുന്നവര്, വൻകുറ്റങ്ങൾ പരസ്യമായി ചെയ്യുന്നവര്, വകുല്ലു ഹൗലാഇ യുഖാഫു അലൈഹിം, ഇവരെ മേലൊക്കെ പേടിക്കണം. അയ്യകൂനു മിമ്മൻ അനൗ ബിഹാദൽ ഖബരി, ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നവരിൽ അവർ പെട്ടവരാണെന്ന് പേടിക്കണം. ഏത് ഹദീസ് കൊണ്ട്? ഹൗലിന്റെ സമീപത്തേക്ക് വരിവരിയായി വന്നു നിൽക്കുന്നവരിൽ മലക്കുകൾ പിടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ആളുകൾ, ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെ അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞതിൽ ഈ വിഷയങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞ എല്ലാവരും അതിൽ പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ശർഹ് മുസ്ലിമിൽ ഹദീസ് വിശദീകരിച്ചു കൊണ്ടുവരുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞതാണ്, അന ഫറതുകും ഇൻദൽ ഹൗൽ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഹൗലിന്റെ അടുക്കല്, ഹൗലുൽ കൗസറിന്റെ അടുക്കല് നിങ്ങളെ ഞാൻ കാത്തിരിക്കും. സഹോദരങ്ങളെ, അങ്ങോട്ട് ചെല്ലാനുള്ള പാകതയിൽ ഇവിടെ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കറകളും പാപങ്ങളും ഒക്കെ അല്ലാഹു മാറ്റിത്തരട്ടെ. ഇന്നാ അഅ്തീനാകൽ കൗസർ. നമ്മുടെ ബക്കറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ആഴം കാണാനും വെള്ളം കോരാനും അല്ല, നല്ല സംഭാവന ഇട്ട് കൊടുക്കാൻ ഒക്കെ വരുന്നുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ സഹകരിച്ചതിനേക്കാളും നല്ല രൂപത്തിലും ഭാവത്തിലും സഹകരിക്കും എന്നുറപ്പാണ്. കാരണം അട്ടുകളിക്കാർക്കുള്ള സ്വഭാവം നേരത്തെ തന്നെ ഒക്കെ സഹകരിക്കുന്നവരായതുകൊണ്ടാണ് ഞാൻ അത്രയും നേരത്തെ എത്തണം എന്നുള്ളതിലേക്ക് നേരത്തെ തങ്ങളിപ്പാ പറഞ്ഞ പോലെ തന്നെ പുറപ്പെട്ട അള്ളാഹു നമ്മളെ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളൊരൊറ്റ തഫ്സീറാണ് ഇപ്പോൾ പറഞ്ഞത്. അൽ കൗസർ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ വലിയ ഒരു ഹൗല്, വലിയൊരു നെഹ്റ്, അതിൽ നിന്ന് കുറച്ചെങ്കിലും പാനം ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഹതഭാഗരിൽ ഒരാളിലും നമ്മെയും നമ്മുടെ ബന്ധുക്കളെയും ശിഷ്യന്മാരെയും മാതാപിതാക്കളെയും ആരെയും അല്ലാഹു പെടുത്താതിരിക്കട്ടെ. ആ ഹൗലിൽ നിന്ന് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയും നമ്മൾ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണം. 26 വ്യാഖ്യാനങ്ങളുണ്ട് അൽ കൗസർ എന്ന വാക്കിന്. ഇമാം അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത തഫ്സീറിൽ പറഞ്ഞു, കൗസർ എന്ന ഒറ്റ വാക്കിന് തന്നെ 26 വ്യാഖ്യാനങ്ങളുണ്ട്. 26ഉം സംഗതി പഠിക്കേണ്ടതും പകർത്തേണ്ടതുമാണ്. ഒക്കെ കൂടി പറയാൻ നമ്മുടെ സമയം അനുവദിക്കൂല. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഓ മുത്തുനബിയെ, തങ്ങൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു. അതിൻ്റെ ഒരു വിശദീകരണമാണ് ഇപ്പൊ നമ്മൾ കേട്ടത്, ഹൗലുൽ കൗസറും. അതല്ല, അൽ കൗസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം ഖൈർ തങ്ങൾക്ക് തന്നിരിക്കുന്നു. അൽ ഖൈറൽ കസീർ, അധികരിച്ച നന്മ. അള്ളാഹു ഭൂമി ലോകത്ത് ആർക്കാ നൽകിയത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയതുപോലെ ഖൈർ, തങ്ങൾക്ക് നൽകിയതുപോലെ നന്മ അള്ളാഹു ഭൂമി ലോകത്ത് ആർക്കും നൽകിയിട്ടില്ല. ഏറ്റവും അധികം ഖൈർ അള്ളാഹു തങ്ങൾക്കാണ് നൽകിയത്. കണ്ടില്ലേ, നോക്ക് നിങ്ങൾ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നന്മയിൽപ്പെട്ടതല്ലേ അവിടുത്തെ ഉമ്മത്തിനെ അല്ലാഹു തആല അധികം നൽകിയത്. വ്യാഖ്യാനങ്ങൾ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, അൽ കൗസർ
അവിടുത്തെ ഉമ്മത്തിനെ പറ്റിയാണ് അധികം സമൂഹം. നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ ഏറ്റവും അധികം ഉള്ളത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളുടെ ഉമ്മത്താണ് സഹോദരങ്ങളെ സ്വർഗത്തിൽ അധികം എത്തുന്നത്. പരലോകത്തും അധികം കാണുന്നത് അവരെയാണ്. ഏറ്റവും അധികം ജനസംഖ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനാണ്. അതേ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് നൽകിയിട്ടുണ്ട്. അതേ സമയത്ത് മറ്റ് നബിമാരുടേത് ചില പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി. എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിയിട്ടില്ലല്ലോ, ചില പ്രദേശങ്ങളിൽ ഒതുങ്ങി. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്ത് മക്ക, അതുപോലെ തന്നെ ഫലസ്തീൻ, ചിലയിടങ്ങളിൽ ഫലസ്തീനും അതുമായി ബന്ധപ്പെട്ട ചുറ്റുഭാഗങ്ങളിൽ ഒതുങ്ങി. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം സദൂമും അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള 7 ഖറിയകളിൽ 7 ഗ്രാമങ്ങളിൽ ഒതുങ്ങി. ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ഒരൊറ്റ ഗോത്രമാണ്, സമൂദ് ഗോത്രം. ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ആദ് എന്ന് പറയുന്ന ഗോത്രമാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം 12 ഗോത്രങ്ങളിലേക്കല്ലേ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നിയോഗിച്ചത്. പക്ഷേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു അയച്ചത് ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ, ലോകത്തുള്ള മുഴുവൻ ആളുകളിലേക്കുമാണ് അല്ലാഹു തആല അയച്ചത്. ഒരു പ്രദേശത്തേക്കോ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കോ ഒരു ഗ്രാമത്തിലേക്കോ ഒരു ഖറിയയിലേക്കോ ഗോത്രത്തിലേക്കോ അല്ല, എല്ലാ വിഭാഗങ്ങളിലേക്കുമാണ് അയച്ചത്. അവിടുത്തെ പിറകിലാണ് നാളെ പരലോകത്തും ഏറ്റവും കാണാൻ കഴിയുന്നത്. തങ്ങളെക്കാൾ അധികം ഇവിടെ ജീവിച്ച അമ്പിയാക്കൾ എത്രയുണ്ട്? ഇപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ 1000 കൊല്ലം ജീവിച്ചിട്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 200 കൊല്ലം ജീവിച്ചിട്ടില്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 1200-ലധികം വർഷം ജീവിച്ചിട്ടില്ലേ? എത്ര വർഷങ്ങൾ ജീവിച്ചവർ. പക്ഷെ അവരെ കൂട്ടത്തിലൊക്കെ പല ആളുകളുടെയും കൂട്ടത്തിൽ പോകുന്ന ഉമ്മത്തിന്റെ എണ്ണം നോക്കുമ്പോൾ 2 ആള് 3 ആള് 4 ആള് 10 ആള് ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ അല്ലാഹു തആല നൽകിയ വർധനവ് ചെറുതല്ല. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. ഏറ്റവും അധികം ഉമ്മത്ത്, ഏറ്റവും അധികം ഇൽമ് അല്ലാഹു നൽകിയത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. തങ്ങൾക്ക് നൽകിയ ഇൽമിനെ പറ്റി അല്ലാഹു പറഞ്ഞത് തന്നെ അങ്ങനെയാണ്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. തങ്ങൾക്ക് അല്ലാഹു തആല അറിവില്ലാത്ത വിഷയങ്ങൾ മുഴുവനും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രയാണ് പഠിപ്പിച്ചത് എന്നോ അത് വിവരിക്കാൻ കഴിയൂല. എത്രയാണ് അതിന്റെ കണക്ക് എന്ന് പറയാൻ കഴിയൂല. ചെറിയൊരു വിവരണം പറഞ്ഞപ്പോൾ ഇമാം ബുസൂരി തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. അങ്ങയുടെ ഇൽമിന്റെ ഒരു ഭാഗമാണ് ലൗഹിലെയും ഖലമിലെയും ഇൽമ്. ലൗഹ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ ഇൽമ് അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുന്ന ലൗഹിലാണ്. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ലിസ്റ്റുകളും അല്ലാഹു തആല രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെയും കണക്കുകൾ, അതിൻ്റെ നീക്കുപോക്കുകൾ ഒക്കെ അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴുള്ളവരുടേത് മാത്രമല്ല, മുൻഗാമികളുടേതും ലൗഹിലല്ലേ. ആ ലൗഹും ഖലമും അങ്ങയുടെ ഇൽമിന്റെ ഒരു ഭാഗമാണ്. എത്ര ഇൽമാണ് അല്ലാഹു തആല അവിടത്തേക്ക് നൽകിയത്. ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. പൂർവികരുടെ ഇൽമും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, പിൽക്കാലത്ത് വരുന്നവരുടെ ഇൽമും എനിക്ക് നൽകപ്പെട്ടു. ഇനി പുതിയ ഏതെങ്കിലും കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ട് പുതിയ വിഷയങ്ങളൊക്കെ വരികയാണെങ്കിൽ അതും പറയാൻ വിട്ടുപോയിട്ടില്ല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതും പറഞ്ഞിട്ടുണ്ട്, അതും പഠിപ്പിച്ചിട്ടുണ്ട്. വർത്തമാനകാലത്ത് നാം അനുഭവിക്കുന്നതും ഇനി അനുഭവിക്കാൻ പോകുന്നതും, ലോകാവസാനത്തിന്റെ ഭാഗമായിട്ട് ലോകം എന്തെല്ലാം ദർശിക്കാൻ പോകുന്നുണ്ടോ അതൊക്കെ ഇപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഇനി കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പോകുന്നുണ്ട്. യൂഫ്രട്ടീസ് നദിയിൽ ഒരു വലിയ സ്വർണ്ണമല യൂഫ്രട്ടീസ് നദിയിൽ വെളിവാകും. അപ്പൊ അതിന് അവകാശവാദിയായിട്ട് പലരും വരും. അമേരിക്ക ഏതായാലും വരും, എല്ലാവരും വരും. അതാ അങ്ങനെ വരും.
അവകാശവാദം ഉന്നയിച്ച് വരുന്ന ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിൽ നശിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണാത്ത സംഭവമാണ്, ഇനി ലോകത്ത് വരാനിരിക്കുന്നതാണ്. പലതും പുതുതായ റിപ്പോർട്ടുകളൊക്കെ വരും, പലതും വരും. പക്ഷെ അതിലൊന്നും അതിശയിക്കാനില്ല. തങ്ങൾ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, റെഡിയായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പുരുഷന്മാരെ പോലെ തന്നെ തുല്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾ സംവിധാനം ഒരുക്കിയിട്ട് റെഡിയായിട്ട് ഇങ്ങനെ വരും. അല്ലേ? അനുഭവിക്കാൻ തുടങ്ങിയില്ലേ? അനുഭവിക്കാൻ തുടങ്ങി കറക്റ്റായിട്ട്. പുരുഷന്മാരെ കൊണ്ട് പുരുഷന്മാര് മതിയാക്കും, സ്ത്രീകളെ കൊണ്ട് സ്ത്രീകൾ മതിയാക്കും. അങ്ങനെ ഒരു കാലം വരും. പുരുഷ വിവാഹം, സ്ത്രീ വിവാഹം, സ്വവർഗ വിവാഹം, അതും നടന്നില്ലേ? അങ്ങനെ സ്വവർഗ വിവാഹം പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഒരു ആണിന്റെ പേര് എഴുതിയിട്ട് ഇന്ന ആണ് പ്രസവിച്ചു, ഇന്ന ആണ് പ്രസവിച്ചു, അങ്ങനെ തന്നെ റിപ്പോർട്ട് എഴുതി കൊടുത്തിരിക്കുന്നത്. റിപ്പോർട്ടിൽ മാറ്റൊന്നുമില്ല, ആണ് പ്രസവിച്ചു. പക്ഷെ പ്രസവിച്ച ആ പെണ്ണ് കുടുങ്ങി. കാരണം ആണാകാൻ വേണ്ടി 2 സ്തനഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് പാല് കൊടുക്കാനൊന്നുമില്ലാതായിപ്പോയി. അതൊരു ശിക്ഷയായിട്ട് അള്ളാഹു അങ്ങനെ ബാക്കി നിർത്തി. ആ പെണ്ണിന്റെ ഫോട്ടോയും ആ പെണ്ണിന്റെ ഭർത്താവായി പറയപ്പെടുന്ന പെണ്ണിന്റെ ഫോട്ടോയും കൊടുത്തിരുന്നു. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും രൂപഭാവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കിയതാണ്. രണ്ടും പെണ്ണാണ്. എന്നിട്ട് പെണ്ണ് ആണായിട്ടും ആണ് പെണ്ണായിട്ടും ചമഞ്ഞ് മാറിയതാ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തഖൂമു സ്സഅ ഹത്താ യക്തഫി റിജാലു ബിർരിജാൽ വന്നിസാഉ ബിന്നിസാ. സ്വവർഗ വിവാഹം ലോകത്ത് സംജാതമാകും, അതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. പുരുഷ വിവാഹവും സ്ത്രീ വിവാഹവും, ആണിനാണ് മതിയും പെണ്ണിന് പെണ്ണും മതിയും, ആ രൂപത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ. അത് കണ്ടു കഴിഞ്ഞു, കാണാത്തതല്ല. ഇതൊക്കെ തങ്ങളെ ഇൽമിൽ നിന്ന് ലോകം കാണുന്ന ആളുകൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ്. അങ്ങനെ 1, 2 അല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. എത്ര വിഷയങ്ങളുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഇൽമ് ഏറ്റവും വലിയ ഇൽമാണ്, അധികം ഇൽമാണ്. തൗറാത്തിലെയും ഇഞ്ചീലിലെയും സബൂറിലെയും മറ്റു സുഹുഫുകളിലെയും ഒക്കെ ഇൽമ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട ഇൽമാണ്. ഈ ഇൽമിനെ പഠിപ്പിക്കാനാണ് ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഏറ്റവും അധികം ഇൽമ് തങ്ങൾക്ക് നാം നൽകി കഴിഞ്ഞു നബിയെ. ഏറ്റവും അധികം അറിവ് തങ്ങൾക്ക് നാം നൽകി കഴിഞ്ഞു. പരീക്ഷണത്തിന് വേണ്ടി ചോദ്യം ഉന്നയിച്ചു വന്നിരുന്ന പലരും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. അള്ളാഹു അവിടുത്തേക്ക് നൽകിയ ഇൽമ് അത്രയും വലുതാണ്. എന്തെല്ലാം ചോദ്യങ്ങൾ ഉന്നയിച്ചു വന്നു. ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും തങ്ങൾ ബാക്കി വെച്ചിട്ടില്ല. ഇസ്രാ മിറാജ് നടന്ന് നേരെ പിറ്റേന്നല്ലേ മുശ്രിക്കുകളിൽപ്പെട്ട വലിയൊരു വിഭാഗം, വിശ്വസിക്കണം എന്ന് തോന്നാവുന്ന ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മത്താഫിന്റെ മുന്നിൽ നിർത്തിയിട്ട്, ഹിജ്ർ ഇസ്മായിലിന്റെ ഭാഗത്ത് നിർത്തിയിട്ട് അവർ ചോദിച്ചു, നിങ്ങൾ ബൈത്തുൽ മഖ്ദിസ് കണ്ടുവന്നില്ലേ? മസ്ജിദുൽ അഖ്സ കണ്ടുവന്നില്ലേ? കണ്ടുവന്നു. അതിന്റെ മുന്നിൽ എത്ര പടിയുണ്ട്, സ്റ്റെപ്പുണ്ട് അങ്ങോട്ട് കയറാൻ? സ്റ്റെപ്പ് എണ്ണാൻ പോയതാ. എത്ര വാതിലുണ്ട്? വടക്കേ ഭാഗത്ത്, കിഴക്കേ ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്ത്, ഓരോ ഭാഗങ്ങളും കൃത്യമായി അവർ ചോദിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കൃത്യമായ കണക്ക് പറഞ്ഞു കൊടുത്തു. പല പ്രാവശ്യം പോയി എണ്ണി വന്ന ആൾക്കാരാണിത്. അപ്പൊ കണക്കിങ്ങനെ പറയുമ്പോ അപ്പുറത്തുനിന്ന് ഒരാൾ ചോദിക്കണം, റെഡിയാ? ആ റെഡിയാണ്. ഇപ്പൊ പറഞ്ഞതോ? അതും റെഡിയാണ്. ഇപ്പൊ പറഞ്ഞോ? റെഡിയാണ്. ഒക്കെ റെഡിയാ. എന്തിനാ സംശയിക്കണം? ബാക്കിൽ നിൽക്കുന്ന കുറെ ആൾക്കാർ പറഞ്ഞ സത്യല്ലേ, ഞങ്ങളൊക്കെ വിശ്വസിച്ചു. അതുകൊണ്ട് കിട്ടിയ നേട്ടതാണ്. വിശ്വസിക്കണോ മറ്റേന്ന് ചെറിയൊരു ആശങ്കയിൽ നിൽക്കുന്ന ആൾക്കാരെ ഉള്ളിൽ ഉറപ്പ് കിട്ടി. കാരണം ആ പറഞ്ഞ കറക്റ്റാണ് ആ എണ്ണം. മുന്നിലുള്ള വാതിലിന് എത്ര പൊളിയുണ്ടെന്നും എത്ര ജനലുണ്ടെന്നും, ജനലൊക്കെ എണ്ണാൻ പോയതാപ്പ അവിടെ കറക്റ്റ്. എല്ലാം അവർ ചോദിക്കല്ലേ, എല്ലാം കറക്റ്റ് ചോദിക്കുന്ന കൂട്ടത്തിൽ എന്തെല്ലാം ചോദിച്ചു. ഞങ്ങളുടെ കച്ചവട സംഘം പോയിട്ടുണ്ട്, അവരെ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ ഞാൻ കണ്ടു, അവരെ കൂട്ടത്തിൽപ്പെട്ട ആളെ ഞാൻ വിളിച്ചു, എന്തോ ഒരു സാധനം കാണാതായിട്ട് അവരൊക്കെ തിരയുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു വന്നിട്ട് ചോദിച്ചു നോക്കണം. അപ്പൊ ചോദിച്ചു, അവരെവിടെ എത്തിയിട്ടുണ്ട്? എന്നെത്തും നമ്മളെ നാട്ടില്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഈ സംഭവം നടന്നത് തിങ്കളാഴ്ച രാത്രിയിലല്ലേ? തിങ്കളാഴ്ച രാത്രിയിൽ നടന്നു. പിറ്റേന്ന് തിങ്കളാഴ്ച, ചൊവ്വ കഴിഞ്ഞ്, ബുധൻ കഴിഞ്ഞ്,
ബുധൻ വൈകുന്നേരമാകുമ്പോഴേക്ക് അവരിവിടെ എത്തുന്നു പറഞ്ഞു. ഇവരൊക്കെ എന്താ കണ്ണും തുറപ്പിച്ച് കാത്തിരിക്കുന്നത്? ഇതെങ്ങാനും നടന്നിട്ടില്ലെങ്കിൽ കൂക്കി വിളിക്കാനൊരു അവസരം കാത്തിരിക്കല്ലേ? ആ കാഫിലക്കൂട്ട കച്ചവട സംഘം മക്കയിൽ എത്തിയ ഉടനെ തന്നെ എല്ലാവരും ചാടി വന്ന് ചോദിച്ചു, അല്ല, നിങ്ങളെ യാത്രക്കിടയിൽ എവിടെയെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു. കേട്ടവരൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ കേട്ടു. ഞങ്ങളെ കൂട്ടത്തിൽ പലരും പറഞ്ഞു, ഹാദാ സൗത്ത് മുഹമ്മദ്, ഹാദാ സൗത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സൗണ്ട് അവിടുത്തെ സൗണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ കേട്ടത്. അത് ശരി, നിങ്ങളെന്തോ സംഗതി കാണാനായിട്ട് തെരഞ്ഞിരുന്നു. എത്ര കൃത്യമായിട്ടാണ് വിഷയങ്ങൾ പറഞ്ഞത്, എത്ര റെഡിയായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ എല്ലാ തരം ഇൽമുകളും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അത് അളക്കാനും അത് എത്രയുണ്ട് എന്ന് കണക്ക് കൂട്ടി പറയാനും കഴിയില്ല ബാക്കിയുള്ള ആളുകൾക്കാർക്കും. അത്രമാത്രം ഇൽമാണ് അവിടത്തേക്ക് അല്ലാഹു നൽകിയത്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, ജാഹ് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ഇൽമിൽ അല്ലാഹു ബറക്കത്തേറ്റി തരട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫും ഇസ്സത്തും അല്ലാഹു തആല ഉത്തരോത്തരം ഉയർത്തി നൽകുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കറാമത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനിയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെയും ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വിശദീകരിക്കും. കഴിവിൻ്റെ പരമാവധി പറയാനും പഠിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.